പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമാ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവവുമായി കടന്നു വരുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ കടന്നു വന്നിരിക്കുന്നത് കർത്താവിൻ്റെ ദാസി പ്രിയ ലിജോ മനോജാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ഒരു പക്ഷെങ്കിൽ പ്രിയ മനോജ് പാസ്റ്ററുടെ ജീവിത സാക്ഷ്യ അനുഭവങ്ങൾ ഒരു പക്ഷെങ്കിൽ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. പ്രിയ കർത്താവിൻ്റെ ദാസി തൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മോടൊപ്പം ഇന്ന് പങ്കുവയ്ക്കുന്നു. തൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതകരമായ മിറക്കിൾ അനുഭവങ്ങളെക്കുറിച്ചുള്ളതായ സാക്ഷ്യം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രചോദനവും പ്രത്യാശയ്ക്കും വിശ്വാസം വർദ്ധിക്കുന്നതിനും കാരണമായി തീരും. ആകയാൽ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ ദാസി പ്രിയ ലിജോ മനോജിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററേ. കർത്താവിൻ്റെ ദാസിയെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്ന കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? തീർച്ചയായും പാസ്റ്ററെ. എൻ്റെ പേര് ലിജോ മനോജ് എന്നാണ്. ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് ഉത്തർപ്രദേശ് ഝാൻസി ഡിസ്ട്രിക്റ്റിലെ ചെറുഗാവ് എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമമുണ്ട്. അവിടെ നിന്നാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് പാസ്റ്റർ KR മനോജ്. ഞങ്ങൾ ആക്ച്വലി എറണാകുളത്തുകാരാണ്. എന്നാൽ കഴിഞ്ഞ 17 വർഷക്കാലമായി ഇവിടെ ഉത്തർപ്രദേശിൽ ഝാൻസി ഡിസ്ട്രിക്റ്റിൽ താമസിച്ച് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം 3 കുഞ്ഞുങ്ങൾ ദാനമായി നൽകി. മൂത്ത മകൻ അലൻ K മനോജ്, രണ്ടാമത്തെ മകൻ അബ്ദുൽ K മനോജ്, മൂന്നാമതൊരു മകളാണ് അതുല്യ K മനോജ്. 3 കുഞ്ഞുങ്ങൾ തങ്ങളുടെ വിദ്യാഭ്യാസമുള്ള ബന്ധത്തിലായിരിക്കുന്നു. കർത്താവിൻ്റെ ദാസിയും കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തി വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമാ ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ബാല്യകാലം മുതലുള്ള നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനായിട്ട് സമയം വേർതിരിച്ചുകൊള്ളും. ആമേൻ. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ വൈകിയ സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരം ഒരു അവസരം എൻ്റെ ജീവിതത്തിൽ നൽകി തന്ന കർത്താവിന് ഞാൻ ആദ്യമേ നന്ദി പറയുകയാണ്. കർത്താവിന്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മധ്യത്തിൽ ഞാൻ ആയിരിക്കുന്നത്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു എന്ന ഒരു സാക്ഷ്യമായി നിങ്ങളുടെ മധ്യത്തിൽ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിച്ചു. ആ ദൈവത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇപ്രകാരം ഒരു അവസരം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന പാസ്റ്റർ ഡാനിയൽ ജോൺ അവർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. കാരണം ദേവദാസൻ നിന്നിലൂടെ കർത്താവ് ചെയ്തെടുക്കുന്ന എല്ലാ കർത്താവിന്റെ വേലയ്ക്കുമായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കാരണം ഒരു വഴി അടയുമ്പോൾ അത് തുടർന്ന് പിന്മാറി പോകുവാനല്ല, ദൈവം ഒരുക്കുന്ന അവസരങ്ങളെ കണ്ടെത്തി അതിലൂടെ കർത്താവിന്റെ വേല ചെയ്യുവാൻ തക്കവണ്ണം അനേകരെ കർത്താവിലേക്ക് നേടുവാൻ, കർത്താവിൽ ഉറപ്പിക്കുവാൻ, ബലപ്പെടുത്തുവാനെല്ലാം ദൈവം ചെയ്തെടുക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കുമായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന ദേവദാസനെയും കുടുംബത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ അരോമ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹവും അതിനെ അറിയിക്കുന്നു. ഞങ്ങൾ കേൾക്കുന്നതോടൊപ്പം തന്നെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമാക്കി മാറ്റട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നേരത്തെ ദേവദാസൻ പറഞ്ഞതുപോലെ എൻ്റെ പേര് ലിജോ മനോജ് എന്നാണ്. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ എറണാകുളത്താണ് എൻ്റെ ഹസ്ബൻഡിന്റെ വീട്. എൻ്റെ വീട് തൃശ്ശൂരാണ്. ഞങ്ങള് തൃശ്ശൂര് ആണ് എൻ്റെ വീട്. ഒരു നാമതേയ ക്രിസ്തീയ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. ലാറ്റിൻ കൽദേ സെറിയാനി ചർച്ചിലായിരുന്നു ഞങ്ങളുടെ മാതാപിതാക്കളെല്ലാം. എന്നാല് എനിക്ക് എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഒരു സഹോദരൻ, ഞങ്ങൾ 2 മക്കളാണ്. എൻ്റെ ഇളയ സഹോദരൻ ജിജോ ജോയ്, അദ്ദേഹം ഇവിടെ ഡൽഹിയിലെ IPC ചർച്ചിന്റെ ഒരു ശുശ്രൂഷകനായി കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. മാതാവും പിതാവും നാട്ടിലായിരിക്കുന്നു. ഒരു നാമതേയ ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. ഞങ്ങളൊരു കൂട്ടുകുടുംബമായിരുന്നു. എൻ്റെ അപ്പച്ചന്റെ കുടുംബത്തിലാണ് ഞാൻ. എൻ്റെ അപ്പച്ചന്റെ പാരന്റ്സിന്റെ ഒപ്പമാണ് ഞാൻ കുഞ്ഞിലേ മുതൽ വളർന്നു വന്നത്. കാരണം എൻ്റെ അപ്പച്ചൻ, എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ അപ്പച്ചൻ എൻ്റെ കൂടെ ഇല്ലായിരുന്നു. കാരണം അപ്പച്ചൻ വിദേശത്തായിരുന്നു, ഗൾഫിലായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെയാണ് ഞങ്ങൾ വളർത്തപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ അപ്പാപ്പൻ അമ്മാമ്മ എന്ന് വിളിക്കുന്നവരെ ഞങ്ങൾ ദൈവഭയത്തിലും പ്രാർത്ഥനയിലും ഒക്കെയാണ് ഞങ്ങൾ വളർത്തിയത്. കുഞ്ഞുനാളെ മുതൽ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയി തന്നെ മുന്നോട്ട് കടന്നുപോയി. എന്നാൽ എൻ്റെ അപ്പച്ചൻ ഒരു മദ്യപാനത്തിന് അടിമയായ ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ഗൾഫിലോട്ട് പറഞ്ഞയച്ചത്, ശരിയാകുമെന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ അത് ഒരിക്കലും ശരിയായില്ലെന്ന് മാത്രമല്ല, വളരെയധികം കൂടുവാനിടയായി തീർന്നു. അങ്ങനെ ഒരു വല്ലാത്തൊരു അനുഭവത്തിൽ കൂടെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നത്. കുഞ്ഞുനാളിലെ മുതലേ
അപ്പച്ചൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പേടിയാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പച്ചൻ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നു. ഉണ്ടായ ചില അനുഭവങ്ങൾ കാരണം പിന്നെയും ആ മദ്യപാനത്തിന്റെ സ്വഭാവം കൂടി 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 വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ആങ്ങളെയും, എൻ്റെ ഇളയ ആങ്ങളെയാണ്, രണ്ടുപേർക്കും അപ്പച്ചൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞൊരു പേടിയായിരുന്നു. എപ്പോഴും മദ്യപിച്ച് കാണുന്നൊരു പ്രകൃതം. എങ്കിലും ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന, പള്ളിയിൽ പോകുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കുഞ്ഞുങ്ങളായിരുന്നു കുഞ്ഞുനാളിലെ മുതൽ. അങ്ങനെ തെറ്റായ ഒരു മാർഗത്തിൽ കൂടെ പോകുന്ന ഒരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. എങ്കിലും ഇത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു സമാധാനം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. കാരണം എപ്പോഴും നമ്മുടെ മാതാപിതാക്കൾ സമാധാനമായിട്ടിരിക്കുമ്പോഴാണല്ലോ നമുക്കൊരു സമാധാനം, സന്തോഷമൊക്കെ ഉണ്ടാകുന്നത്. എന്നാൽ ഞങ്ങൾ എപ്പോഴും പിതാവ് മദ്യപിച്ചു വരും, വീട്ടിൽ വഴക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എപ്പോഴും ഒരു നിരാശയുടെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോ കുറച്ച് സഹോദരിമാർ ഞങ്ങളുടെ വീട്ടിൽ കടന്നു വന്നു. അവർ ഞങ്ങളുടെ സുവിശേഷം അറിയിച്ചു. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി പറഞ്ഞു. കർത്താവിന്റെ കൽപ്പന സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി പറഞ്ഞു. അതുവരെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ദൈവമായിട്ട് മക്കൾ എന്നൊരു ബന്ധം നമുക്കില്ലായിരുന്നു. ദൈവം എന്ന് പറയുമ്പോൾ വലിയൊരു ആള് അല്ലെങ്കിൽ ഒരു അകൽച്ച എപ്പോഴുണ്ടായിരുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ. എന്നാൽ അവർ വന്നപ്പോഴാണ് പിതാവും മക്കളും എന്നുള്ളൊരു ബന്ധത്തെ കുറിച്ച് നമുക്ക് അത് മനസ്സിലാകുന്നത്. എങ്കിലും അതൊന്നും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുമായിരുന്നില്ല. കാരണം ഒരു നാമധേയ ക്രിസ്തീയ കുടുംബത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും അത് കേട്ടു. എന്നാൽ അവര് ഞങ്ങളെ വിട്ടില്ലെന്ന് പറയുന്ന വാസ്തവം. പിന്നെയും വന്നുകൊണ്ടിരുന്നു. ഞങ്ങൾ നിർബന്ധിച്ചു പ്രാർത്ഥനയ്ക്ക് കടന്നു പോകാൻ. ശരിക്കും പറഞ്ഞാൽ ഒരു ശല്യം പോലെ തോന്നിയിട്ട് അതിനൊരു സമാധാനം ആയിക്കോട്ടെ എന്ന് കരുതി ഞാനും എൻ്റെ ഒരു ആന്റിയും എൻ്റെ അപ്പച്ചൻ്റെ അമ്മാമ്മയും കൂടി, ഞങ്ങൾ മൂന്നുപേരും കൂടി ചർച്ചിൽ കടന്നുപോയി. മനസ്സില്ലാതെ കടന്നുപോയത്. എങ്കിലും അവിടെ വെച്ച് കർത്താവ് ഞങ്ങളോട് സംസാരിച്ചു. ഒരു ദേവദാസനും കൂടി ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും വ്യക്തമായി ഞങ്ങൾ സംസാരിച്ചു. കർത്താവ് തൊട്ടു എന്ന് പറയുന്ന സത്യം. എൻ്റെ 14ാമത്തെ വയസ്സിൽ ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അങ്ങനെ 1994 ഓഗസ്റ്റ് 7-ാം തീയതി കർത്താവിന്റെ ജലത്തിൽ സാക്ഷീകരിപ്പം തക്കണതയുമായി കർത്താവ് സഹായിച്ചു. അങ്ങനെ ഞാൻ പറയട്ടെ, അതുവരെ അനുഭവിക്കാത്തൊരു സന്തോഷവും സമാധാനവും ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി. തുടരെ ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങളുടെ അപ്പച്ചന്റെ അനിയന്മാരും സഹോദരിമാരും അങ്ങനെ ഏകദേശം ഒരു 25-ൽ പരം ആളുകൾ അധികം താമസിയാതെ കർത്താവിലേക്ക് കടന്നു വരുവാൻ, ദൈവസഭയുടെ ഭാഗമാകുവാൻ തക്കവണ്ണം ദൈവമായി കർത്താവ് സഹായിച്ചു. ഞാൻ പറയട്ടെ, നമ്മളൊരു പക്ഷെ ആരും അല്ലായിരിക്കാം, ഒരു ചെറിയ പൈതലായിരിക്കാം, അല്ലെങ്കിൽ ആരുമായിരിക്കും, നാം വിശ്വസിച്ച് നമ്മുടെ കാൽച്ചുവടുകൾ മുന്നോട്ട് വയ്ക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ കർത്താവ് നമ്മുടെ കുടുംബത്തിൽ നമ്മളിലൂടെ വിടുവിച്ചെടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അങ്ങനെ എൻ്റെ പിതാവിന്റെ സ്വഭാവം മാറി, മാനസാന്തരപ്പെട്ടു, ദൈവസന്നിധിയിൽ കടന്നു. ഇന്ന് ഞങ്ങൾക്ക് ഏറ്റവും താല്പര്യം എന്ന് പറയുന്നത് എൻ്റെ അപ്പച്ചൻ്റെ കൂടെ ഞങ്ങൾക്ക് ആയിരിക്കാനാണ്. അത്രയും സ്നേഹമുള്ള ഒരു പിതാവായ എൻ്റെ പിതാവിനെ സ്നേഹത്തിനൊന്നും കുറവുണ്ടായിരുന്നില്ല. എന്നാൽ ആ മദ്യപാനത്തിന്റെ ആ സ്വഭാവം ഞങ്ങൾ അകറ്റിയപ്പോൾ ഇന്ന് ദൈവം ഞങ്ങൾ സന്തോഷവും സമാധാനവും എല്ലാം നൽകി സന്തോഷത്തോടുകൂടി ഞങ്ങളായിരിക്കുന്നു. അപ്പോൾ ബാല്യകാലം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു പേടിയുടെ അനുഭവമായിരുന്നു, സന്തോഷത്തിന്റെ അനുഭവം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ എൻ്റെ 14ാമത്തെ വയസ്സും 15ാമത്തെ വയസ്സും മുതൽ ആ സന്തോഷം അനുഭവിച്ചറിയുന്നതൊക്കെ വേണം കർത്താവ് എന്നെ സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ ചർച്ചയൊക്കെ കടന്നു പോകും. ആ സമയത്താണ് നമുക്കറിയാം, അന്നൊക്കെ കാത്തിരിപ്പ് യോഗം ഉണ്ടാകുമായിരുന്നു. എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ കാത്തിരിപ്പ് യോഗം ഉണ്ടാകും. അപ്പൊ ഞങ്ങള് തൃശ്ശൂര് നെല്ലിക്കുന്ന് IPC ചർച്ചിലെ വിശ്വാസികളായിരുന്നു. അപ്പൊ അവിടെ ആ സഭയിൽ വെച്ച് ഒരു ദിവസം കാത്തിരിപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്: അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വാക്കുകളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ആ വാക്യം ഒരു ദേവദാസനോട് സംസാരിച്ചു കേട്ടപ്പോൾ സത്യത്തിൽ തന്നെ തൊഴുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അന്ന് ഞാൻ അവിടെ ഇരുന്നിട്ട് കർത്താവിന് തീരുമാനമെടുത്തു, ദൈവം എനിക്കൊരു അവസരം ലഭിക്കുകയാണെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്ന, എനിക്ക് വലിയ കഴിവുകളൊന്നുമില്ല, പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ അങ്ങയുടെ വേല ചെയ്യുവാൻ ഞാൻ ഒരുക്കമാണ് എന്ന് ഞാൻ കർത്താവിന് തീരുമാനമെടുത്തു. നമുക്കറിയാം, യെശയ്യാവിനെ പോലെ ഇത്രയും പെട്ടെന്ന് സമർപ്പിച്ച റിപ്ലൈ കൊടുത്ത വേറൊരാളെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. പറഞ്ഞ ആ സെക്കൻഡ് തന്നെ യെശയ്യാവ് തന്നെ സമർപ്പിക്കുവാൻ ഇടയായി തീർന്നു. അതുപോലെ തന്നെ തീർത്തും അവിടെ ഇരുന്ന് ഞാൻ ദൈവത്തിന് തീരുമാനം എടുത്തു, ദൈവം എനിക്കൊരു അവസരം തന്നാലേ എനിക്കതിനുള്ള അവസരം ഒരുക്കി തരികയാണെങ്കിൽ കർത്താവിന്റെ വേല ചെയ്യണമെന്നൊരു ആഗ്രഹവും സമർപ്പണവും ഞാൻ അവിടെ വെച്ച് ഉണ്ടാക്കുവാൻ എനിക്കിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ 10ാം ക്ലാസ്സിലെ വിദ്യാഭ്യാസത്തിന് ശേഷം ഈ വിഷയം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെങ്കിലും ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ പറയാനുള്ള ധൈര്യമൊന്നും അന്നില്ല നമുക്ക്. ഇന്നത്തെ പോലെയുള്ള ഫ്രീഡം നമ്മുടെ ആ കാലഘട്ടത്തിലില്ലല്ലോ. അത് ഞാൻ പ്രാർത്ഥിച്ചു. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു.
10ാം ക്ലാസ്സിന് ശേഷം എനിക്ക് എൻ്റെ സെക്യുലർ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ദൈവവചനം പഠിക്കുവാൻ ദൈവം എനിക്ക് അവസരം ഒരുക്കി തന്നു. തിരുവല്ലയിൽ വെണ്ണിക്കുളത്ത് ബദനി അക്കാഡമി എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്. അവിടെ പോയി BA BD ഒരുമിച്ച് ചെയ്യുവാൻ ദൈവമായ കർത്താവിന്റെ ജീവിതത്തിൽ അവസരം ഒരുക്കി തന്നു. ഞാൻ പറയട്ടെ, നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഓരോ ആഗ്രഹങ്ങൾ പോലും അറിയുന്ന ഒരു ദൈവമുണ്ട്. അത് ഈ വിഷയത്തിൽ മാത്രമല്ല. ചിലരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുവാനോ കേൾക്കുവാനുള്ളതല്ല, വലിയ വലിയ വൻ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ അനുഭവത്തിൽ കൂടി ഞാൻ പറഞ്ഞാലുണ്ടല്ലോ, എന്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങൾ പോലും ദൈവം അതുപോലെ എനിക്ക് ചെയ്തത്. ഒരു സ്വന്തം നമ്മുടെ അപ്പ എങ്ങനെയാണോ നമ്മുടെ കാര്യങ്ങൾ കാണുന്നത്, കേൾക്കുന്നത്, ചെയ്യുന്നത്, പ്രതികരിക്കുന്നത്, അതുപോലെ ഓരോ ദിവസവും എനിക്ക് അപ്പച്ചന്റെ കരുതൽ അനുഭവിച്ചറിയാൻ ഇടയായിട്ടുണ്ട്. അതുപോലെ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എനിക്ക് പഠിക്കണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ദൈവവചനം പഠിക്കണം ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ അപ്രകാരം ഒരു സ്ഥാപനം കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കി തന്നു. അങ്ങനെ 95 മുതൽ കർത്താവിന്റെ വചനം, അതോടൊപ്പം തന്നെ ഡിഗ്രി ചെയ്യുവാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിച്ചു. അവിടെ എന്ന് പറഞ്ഞാൽ വെക്കേഷൻ അപ്പൊ ഉച്ചവരെ നമ്മളെ സെക്യുലർ ഡിഗ്രി ചെയ്ത് പഠിപ്പിക്കലാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ദൈവവചനം പഠിപ്പിക്കും. വെക്കേഷനൊക്കെ ആവുമ്പോൾ ഞങ്ങളെ അങ്ങനെ പ്രവർത്തനത്തിനായി കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ ബാഗ് നിറച്ച് നമുക്ക് ബൈബിളും ട്രാക്റ്റും ഒക്കെ തരും. നമ്മൾ അത് കൊണ്ടുപോയി വിതരണം ചെയ്യണം, സുവിശേഷം പറയണം. അപ്പോൾ ഈ 15 വയസ്സും 20 വയസ്സിനും പ്രായമുള്ള ചെറുപ്പക്കാരാണ്. അപ്പൊ അവർക്കൊക്കെ ഈ ബൈബിൾ ചുവന്നു കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ ഒത്തിരി ഒരു സുവിശേഷ വേലയ്ക്ക് വേണ്ടി പഠിക്കാൻ വന്നവരാണെങ്കിൽ പോലും ഒരു നാണക്കേട് മിക്കപ്പോഴും ചില സഹോദരങ്ങളൊക്കെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇത് പറയാൻ കാര്യം, അന്ന് ഞങ്ങളുടെ ഡയറക്ടർ മാത്യു ചാക്കോ സാറ് പറയുമായിരുന്നു, നിങ്ങൾ നല്ല കാലത്ത് നിങ്ങൾ ഇത് ചുമന്നു കഴിഞ്ഞാല് നിങ്ങളുടെ കഷ്ടകാലത്ത് ഇത് നിങ്ങളെ ചുമക്കുമെന്ന്. സത്യമാണ്. ഞാൻ നന്ദിയോടെ ആ വാക്കുകൾ ഞാൻ എപ്പോഴും എന്റെ കുഞ്ഞുങ്ങളോട് പറയും, മക്കളെ, നിങ്ങൾ നിങ്ങളുടെ നല്ല കാലത്ത് ഈ വചനം ചുമന്നു കഴിഞ്ഞാൽ അത് ഏത് വിധേനയായാലും, മാനസികമായിട്ടായാലും നമ്മുടെ ഹൃദയം കൊണ്ടായാലും അത് ചുമക്കുവാൻ, അത് ഉൾക്കൊള്ളുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ നമ്മുടെ കഷ്ടകാലത്ത് ഈ വചനം നമ്മൾ ഒരിക്കലും കൈവിടത്തില്ല. അന്ന് അതൊക്കെ നമുക്ക് കേട്ടിട്ട് അതൊന്നും നമ്മൾ ഈ ചെവിക്കൂടെ കേട്ട് തള്ളിക്കളഞ്ഞെങ്കിൽ പോലും പലപ്പോഴും പല സന്ദർഭങ്ങളിൽ ദൈവം ഞങ്ങളെ കരുതുന്നത് കാണുമ്പോൾ ഞാൻ ഓർക്കും, കർത്താവ് ഇതിനൊന്നും യാതൊരു യോഗ്യതയും ഇല്ല എങ്കിൽ കർത്താവ് ഞങ്ങളെ കരുതിയത് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കുമെന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വല്ല കുഞ്ഞുങ്ങള് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ അനുഭവത്തിൽ കൊണ്ട് പറയുക, നിങ്ങൾ നല്ല കാലത്ത് ഈ കർത്താവിനെ ചുമക്കുവാൻ, ഈ കർത്താവിന്റെ വചനം ചുമക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങൾ കഷ്ടകാലത്ത് കർത്താവ് നിങ്ങളെ ഒന്നും കുറവില്ലാതെ ജയോത്സവകരമായി തന്നെ നടത്തുവാൻ തക്കവണ്ണം. അങ്ങനെ ഞാൻ വചനം പഠിച്ചു. 1999 എന്റെ വിവാഹം കഴിഞ്ഞു. ഏപ്രിൽ 10-ാം തീയതി ഞങ്ങൾ വിവാഹം കഴിയുമ്പോൾ ദേവദാസനൊരു ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക, ലാസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വിശ്വാസ ജീവിതം അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുവാൻ തക്കവണ്ണം വിശ്വാസത്താൽ എങ്ങനെ ജീവിക്കണം എന്ന്. കാരണം മുന്നിലൊന്നുമില്ല, വരുമാനം ഒന്നുമില്ല, വിശ്വാസത്താൽ എങ്ങനെ ജീവിക്കുമെന്ന് കർത്താവ് ഞങ്ങളെ അന്ന് മുതൽ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്ന. ഞാൻ പറയട്ടെ, ഇന്ന് വരെ ഒരു കുറവും കർത്താവ് വരുത്തിയിട്ടില്ല. വിശ്വാസത്താൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, കഷ്ടപ്പെടുമെന്നല്ല ജീവിക്കും എന്ന് പറഞ്ഞത് ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് തോന്നും കർത്താവ് എന്ത് ചെയ്യുമെന്ന് തോന്നുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെയെല്ലാം ഞാൻ പറയും, ഒരു പക്ഷേ സമയത്തിന് മുമ്പ് നമ്മൾ സ്വയമേ അങ്ങ് ചിന്തിച്ച് ഭാരപ്പെടുന്നതാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ തക്ക സമയത്ത് കരുതാമെന്ന് പറഞ്ഞ് തക്ക സമയമാകുമ്പോൾ കർത്താവ് കരുതും. പക്ഷെ നമ്മളെന്താണ്, സമയത്തിന് മുന്നമേ അതിനെക്കുറിച്ച് ആലോചിച്ച് ഭാരപ്പെട്ട് ചിന്തിക്കാറുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, ഇന്ന് വരെയും കർത്താവ് തക്ക സമയത്ത് കരുതാമെന്ന് പറഞ്ഞാൽ കരുതിയിട്ടുണ്ട്. ഒന്നിനും ഇതുവരെ ഒരു കുറവും വന്നിട്ടില്ല. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറഞ്ഞത് തികച്ചും ഞങ്ങൾ കഴിഞ്ഞ 25 വർഷക്കാലമായി ഞാൻ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കർത്താവ് നല്ലവനാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, വിവാഹം കഴിഞ്ഞു, നേരെ പോയത് ബൈബിൾ കോളേജിലോട്ടാണ്. ഞാൻ വിവാഹം കഴിഞ്ഞുകൊണ്ട് തന്നെ ദേവദാസം പഠിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ അവിടെ തന്നെ കൊണ്ടുപോയി. എന്നാൽ ഞങ്ങൾക്ക് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിക്കൻ ബോക്സ് വന്നു. 2 പേർക്ക് ഒരുമിച്ച് ചിക്കൻ ബോക്സ് പിടിപെട്ടു. ആ സമയത്താണ് അറിയുന്നത് ഞാൻ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ് ടൈമും കൂടിയായിരുന്നു. അത് കഴിഞ്ഞ് തലകറങ്ങി വീഴിഞ്ഞ് പ്രശ്നങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഈ പ്രഗ്നൻസി സ്റ്റാർട്ടിങ് ടൈമിൽ, അതായത് ഏകദേശം 4 മാസത്തോളം ഇങ്ങനെ ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര റിസ്ക് ആണ്. കാരണം ആ കുഞ്ഞിനൊരിക്കലും നിങ്ങൾക്ക് നല്ല ആരോഗ്യത്തോടു കൂടി ഒരിക്കലും അങ്ങനെ ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് കിട്ടുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അബോർഷൻ ചെയ്ത് കാണുമെന്ന് പറഞ്ഞു. പക്ഷെ ദൈവം ആദ്യമായി നൽകിയ കുഞ്ഞിനെ കളയാൻ മനസ്സ് തോന്നിയില്ല. അതുകൊണ്ട് ദേവദാസൻ പറഞ്ഞു, എന്ത് തന്നെ
തന്നെയായാലും ഞങ്ങളത് കുഴപ്പമില്ല, ഞങ്ങള് സഹിച്ചോളാം, അങ്ങനെ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ആ ഒരു ലെറ്റർ എല്ലാം സൈൻ ചെയ്ത് വാങ്ങി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു. ഞങ്ങൾക്ക് അതിന്റെ അത്രയും ചിന്തിച്ചില്ല. അങ്ങനെ തിരിച്ചു വീട്ടിലോട്ട് വന്നു. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. അപ്പൊ എന്റെ ഇതുപോലെ തന്നെ സെയിം ഇതേ അവസ്ഥയിൽ കടന്നുപോയി വേറൊരു കുഞ്ഞു കൂടി ഉണ്ടായിരുന്നു, വേറെ സഹോദരി ഉണ്ടായിരുന്നു. അപ്പൊ എന്നേക്കാൾ ഒരു മാസം മുമ്പ് ആ കുഞ്ഞിന്റെ ഡെലിവറി കഴിഞ്ഞു. ആ കഴിഞ്ഞപ്പോ ഉണ്ടായ കുഞ്ഞിന്റെ കണ്ണിന്റെ ഇവിടെ ഒരു ചെറിയൊരു ഹോള്, ഹാർട്ടിന്റെ അവിടെ ഒരു ഹോള്. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും. അങ്ങനത്തെ ഒരു അനുഭവത്തിൽ ഒരു കുഞ്ഞാണ് അവർക്ക് കിട്ടിയത്. 2 ദിവസം കഴിഞ്ഞപ്പോ ആ കുഞ്ഞ് ലോകത്ത് മാറ്റപ്പെടുവാനും ഇടയായി തീർന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോ ശരിക്കും പറഞ്ഞ പിന്നെ ഒരു മാസം എനിക്ക് ബാക്കിയുണ്ട്. സത്യത്തിൽ അത് കണ്ടു കഴിഞ്ഞപ്പോൾ പേടിച്ചതിന് ഒരു നമുക്ക് എന്ത് ചെയ്യും, കർത്താവ് ഇപ്രകാരം ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ വന്നാൽ എന്തായി തീരും. കാരണം നമ്മൾ ദൈവത്തിൽ ആശ വെച്ചു, കർത്താവ് എന്നെ സഹായിക്കുന്നെല്ലാം ചിന്തിച്ചല്ലോ, ദൈവം എന്നെ വിടുവിക്കുമെന്നുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് കർത്താവ് തന്റെ വചനം ഇപ്രകാരമാണ് പറഞ്ഞത്: അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരം വരും. സംഗീതം 91:15 ഇപ്രകാരമാണ് വായിക്കുക: അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരം വരണം. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ആ വചനം കിട്ടിയപ്പോ എല്ലാ ടെൻഷനും മാറി. കാരണം കർത്താവ് വിടുവിക്കാമെന്ന് പറഞ്ഞ, കർത്താവ് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ, പിന്നെ നമ്മൾ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് ആ ടെൻഷൻ എല്ലാം മാറി. ഞങ്ങൾ പ്രാർത്ഥിച്ചു. കാരണം കർത്താവ് ഉറപ്പ് തന്നിരിക്കുകയാണ്, ഞാൻ കൂടെ ഇരിക്കുക, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ വിടുവിക്കുമെന്ന്. അപ്പൊ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ഒരു ഊനമില്ലാത്തൊരു കുഞ്ഞിനെ ദൈവം ഞങ്ങൾക്ക് 2000 ജനുവരി 20 ആയപ്പോൾ ഞങ്ങൾക്ക് നൽകി. ഇന്നും അവൻ ആരോഗ്യത്തോടെ ബലത്തോടെ ആയിരിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായി ഞങ്ങൾക്ക് സന്തോഷം എന്ന് പറയുന്നത്, ഞങ്ങൾ ഇല്ലെങ്കിലും ഞങ്ങൾ ദൈവവേലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സമർപ്പണമുള്ള ഒരു കുഞ്ഞിനാണ് ദൈവം ഞങ്ങൾക്ക് നൽകിയത്. അവൻ ഞങ്ങളെക്കാൾ സമർപ്പണത്തോടെ കർത്താവിന്റെ വേല ചെയ്യുവാൻ എല്ലാം തന്നെ സമർപ്പിച്ച് കഴിഞ്ഞ ഇത്രയും വർഷം ഞങ്ങളോടൊപ്പമായി നിന്ന് ഇപ്പോൾ തന്റെ വിദ്യാഭ്യാസമുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നു. ഞാൻ പറയട്ടെ, കർത്താവ് നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞാൽ മാനുഷികമായി എന്തൊക്കെ അസാധ്യതകൾ ഉണ്ടെങ്കിലും അസാധ്യതകളെല്ലാം സാധ്യമാക്കുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം പലപ്പോഴും നമ്മളെ മുന്നോട്ട് നയിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. അങ്ങനെ ഞാൻ പറഞ്ഞ വിശ്വാസ ജീവിതം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ കർത്താവ് ഓരോ ദിവസവും ഞങ്ങളെ വഴി നടത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. നമുക്കറിയാം, ഈ റോമർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം 20-21 വാക്യത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്: ഞാൻ മറ്റൊരുവന്റെ അടിസ്ഥാനത്തിൽ പണിയാതിരിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്തിലെല്ലാം അവനെ കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ എത്ര സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നത്. പൗലോസിന്റെ വാക്കുകളാണ് നാം വായിച്ചു കേട്ടത്. അത് ആ ഒരു ദർശനമാണ് എന്റെ ഹസ്ബൻഡിന് ദൈവം നൽകിയത്. ഒരുപക്ഷെ നിങ്ങൾ എന്റെ ഹസ്ബൻഡിന്റെ സാക്ഷ്യം അരോമ ടിവിയിൽ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്രകാരം ഒരു അനുഭവത്തിന് വിളിച്ചു വർദ്ധിച്ചതുകൊണ്ട് തന്നെ കർത്താവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവരുടെ ഇടയിൽ പോയി സുവിശേഷം അറിയിക്കണം എന്ന ഒരു സമർപ്പണമായിരുന്നു. അപ്രകാരമുള്ളൊരു ചിന്ത ഉണ്ടായത് കൊണ്ട് തന്നെ ഞങ്ങള് ക്രിസ്ത്യാനികളുടെ ഒന്നുമില്ല, കർത്താവിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്തവരുടെ ഇടയിൽ കടന്നു പോകുവാനും സുവിശേഷം അറിയിക്കലൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഏകദേശം ഞങ്ങളുടെ സഭ ദൈവം എത്രയും പെട്ടെന്ന് തന്നെ വളർത്തി ഏകദേശം 60-ൽ പരം വിശ്വാസികൾ അടങ്ങുന്ന ഒരു കൂടി വരെ പുതിയ വിശ്വാസികൾ മാത്രം അടങ്ങുന്ന ഒരു കൂടിവരവായി കർത്താവ് ഞങ്ങളുടെ സഭയെ മാറ്റി. അനേകം രക്ഷിക്കപ്പെട്ടു, അനേകം സ്നാനപ്പെട്ടു കർത്താവിന്റെ സഭയോട് ചേരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എങ്കിലും ഈ വാക്യം ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം, നാട്ടിലൊക്കെ ഒത്തിരി ദൈവം ചെയ്യുവാൻ ഒത്തിരി പേരുണ്ട്, വിശ്വാസികളൊക്കെ ഉണ്ട്. എന്നാൽ ദൈവത്തെ അറിയാത്ത ഒത്തിരി ഗ്രാമങ്ങൾ നമുക്കറിയാം. ഈ നോർത്ത് ഇന്ത്യയിലെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. എന്നാൽ അവിടെ കടന്നു പോകണം എന്നുള്ളത് മനസ്സിലൊരു വലിയ ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അതിന് നമുക്കൊരു മുഖാന്തരം ഉണ്ടാകാത്തത് കൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ചില സമയങ്ങളെല്ലാം ദൈവിക ഉദ്ദേശത്തിനനുസരിച്ച് നമ്മൾ ചുവടുകൾ വെക്കാതെ ആകുമ്പോൾ ദൈവം കൂടെ ഇളക്കും. നമ്മൾ സേഫ് ആയിട്ടിരിക്കുമ്പോൾ കർത്താവ് എന്താ ചെയ്യും? കൂടെ ഇളക്കും എന്ന് പറഞ്ഞപ്പോൾ ചില അനുഭവം ചെയ്ത് കടന്നു വന്നു. അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചു, നമ്മള് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. അതുകൊണ്ട് ആരും സഹായിച്ചില്ലെങ്കിലും ഞങ്ങൾ ഇറങ്ങി പുറപ്പെടുവാൻ ഞങ്ങൾ തയ്യാറായി. അപ്പോ സഭയിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 60 പേരും വിശ്വാസികളുണ്ട്. അവരെല്ലാം ഞങ്ങൾ വഴി വിശ്വാസം വന്നവരാ. അവരൊക്കെ ഞങ്ങൾ ശരിക്കും പറഞ്ഞ മാതാപിതാക്കളെ പോലെയാ. അപ്പൊ അവർ ഞങ്ങളോട് വഴക്കിട്ടു, സ്നേഹത്തോടെ ശാസിച്ചു, നിങ്ങൾ പോകല്ലേ, ഞങ്ങൾ ഇട്ടേച്ചും പോകല്ലേ എന്ന് പറഞ്ഞു. ഒത്തിരി ഞങ്ങൾ ഇന്നും ഓർക്കുന്നുണ്ട്, ഒത്തിരി പേര് കരഞ്ഞ് പറയുവാൻ തക്കവണ്ണം പോകരുതെന്ന്. കാരണം അവർക്ക് ഞങ്ങൾ വിട്ടിട്ട് പോകുന്നത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. എങ്കിലും
കർത്താവിന്റെ വാക്കുകൾക്ക് നമ്മൾ വില കൽപ്പിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അപ്പൊ പിന്നെ എന്താ പറയാ, നമ്മള് നിരുത്സാഹപ്പെടുത്താൻ തുടങ്ങി. കാരണം ഞങ്ങൾക്ക് ഭാഷ അറിയത്തില്ല. ഇന്ന് ശരിക്കും ഭാഷ അറിയത്തില്ല. അപ്പൊ 17 വർഷത്തിന് മുമ്പത്തെ കാര്യം ഒന്ന് ഓർത്ത് നോക്കി, തീരെ ഭാഷ അറിയത്തേ ഇല്ല. പിന്നെ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ 4-7 വയസ്സുള്ള 2 കുഞ്ഞുങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. അപ്പൊ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിത്തീരും എന്ന് അവര് പറഞ്ഞു. അതുപോലെ തന്നെ സഹായിക്കാൻ ആളുകൾ ഉണ്ടായാൽ പോലും 1 വർഷത്തിൽ കൂടുതൽ ഇവിടെ നിന്ന് പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് ഏറിയ കാര്യമാണ്. അതുപോലെ ക്ലൈമറ്റിന്റെ അവസ്ഥ, ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ തടസ്സമായി നിൽക്കുമ്പോൾ അവർ ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തി പോകണ്ട എന്ന് പറഞ്ഞിട്ട്. എന്നാൽ നമുക്കറിയാം, കർത്താവ് എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 5-ാം വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്: ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. കർത്താവ് തന്നെ പറയാ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. അതുകൊണ്ട് കർത്താവ് എനിക്ക് തോന്നുന്നു, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുന്നു നമുക്ക് ധൈര്യത്തോടു കൂടി പറയാം. ആ വാക്യം കർത്താവ് സംസാരിച്ചു. ആര് സഹായിക്കാനില്ലെങ്കിൽ ഞാൻ നിന്നെ കൈവിടുകയില്ല എന്ന് പറഞ്ഞ കർത്താവ് പറയാ, ആ കർത്താവ് എനിക്ക് തുണയായിട്ടുണ്ട്. ആ വാക്യം ബലപ്പെടുത്തി അങ്ങനെ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ കടന്നു വരാൻ തീരുമാനമെടുത്തു. അതിന് ദേവദാസൻ കടന്നു വന്നു. അതിനുശേഷം 1 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ കടന്നു വരും തക്കുടയായി. 2008 മാർച്ച് 7-ാം തീയതി ഞങ്ങളിവിടെ നോർത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കടന്നു വരും തക്കോണ ഇടയായി തീർന്നു. എന്നാൽ ഞാൻ പറയട്ടെ, പ്രതീക്ഷിച്ചതുപോലെ സുഖകരമായിരുന്നില്ല വന്നപ്പോഴുള്ള അനുഭവങ്ങൾ. ഇവിടെ വന്നു ഒരു ഗ്രാമമാണ്, ഞാൻ പറഞ്ഞല്ലോ, ഝാൻസി സിറ്റിയിൽ നിന്ന് 40 കിലോമീറ്റർ അകത്ത് ചെറിയ ഗ്രാമം. ഇപ്പോഴും ഇവിടെ ശരിക്കും പറഞ്ഞാൽ അത്ര സൗകര്യങ്ങളെല്ലാം ഇപ്പോഴും കുറവാണ്. അപ്പൊ 17 വർഷം മുമ്പത്തെ ഒരു ബാങ്ക് ഇല്ല, ഒരു ഹോസ്പിറ്റൽ ഇല്ല, ഒരു സ്കൂളില്ല. അങ്ങനത്തെ ഒരു കുഗ്രാമത്തിലാണ് ഞങ്ങൾ വന്നിട്ട് താമസിച്ചത്. ഇവിടെ വന്നു വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിക്കാൻ വല്ലാത്ത അവസ്ഥ. ഇവിടുത്തെ വെള്ളത്തിന് ടേസ്റ്റ് ഒക്കെ. ഇളയ മോൻ 4 വയസ്സേ ഉള്ളൂ. കുഞ്ഞുങ്ങൾക്ക് നമുക്ക് നിർബന്ധിച്ചൊന്നും ചെയ്യിക്കാൻ പറ്റില്ല. അവൻ വെള്ളം കുടിക്കാതെ, മാർച്ച് മാസമാണ് ചൂടൊക്കെ തുടങ്ങുന്ന സമയം, വെള്ളത്തിന് ടേസ്റ്റ് പിടിക്കാത്തതുകൊണ്ടായിരിക്കും കുടിക്കാറില്ല. അങ്ങനെ ആ ബുദ്ധിമുട്ട്. അതുപോലെ ചൂട്, ഒരൊറ്റ മുറിയിലാണ് താമസം. അപ്പൊ ഒരു വശത്ത് ഭക്ഷണം പാകം ചെയ്യും, ഒരു വശത്ത് കുഞ്ഞുങ്ങളെ പഠിപ്പും കാര്യങ്ങളും, മറ്റു വശത്ത് നമ്മൾ താമസം, അങ്ങനെ എല്ലാം കൂടി ഒരു മുറിക്കകത്ത്. അങ്ങനെ തീർത്തും അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലായിട്ടാണ് ഞങ്ങൾ എത്തിപ്പെട്ടത്. അങ്ങനെ അധികം താമസിയാതെ കുഞ്ഞുങ്ങൾക്ക് രോഗത്തിന്റെ അവസ്ഥയിലേക്ക് കുഞ്ഞുങ്ങൾ എത്തിപ്പെട്ടു. എന്നാൽ ദേവദാസൻ അങ്ങനെയൊന്നുമല്ല. വന്നു ഞങ്ങളിവിടെ ആക്കി. പുള്ളിക്കാരൻ അങ്ങനെ പോകും, ഓരോ ഗ്രാമങ്ങളിൽ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ വരുന്നുള്ളൂ. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞ ഭാഷ അറിയത്തില്ല. കുഞ്ഞുങ്ങൾക്ക് ഈ രോഗത്തിൻ്റെതായ അവസ്ഥ. അങ്ങനെ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ 2-3 ദിവസമായി കുഞ്ഞുങ്ങൾക്ക് വോമിറ്റിങ്, ലൂസ് മോഷൻ എല്ലാം ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്റെ കയ്യിൽ അന്ന് പൈസ ഉണ്ടായിരുന്നില്ല കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകാൻ. അതിനേക്കാളും എനിക്ക് ഭാഷ അറിയത്തുമില്ല. പുറത്തു പോയി, ഞാൻ പറഞ്ഞ ഒരു കൂട്ടുകുടുംബത്തിലാണ് ഞാൻ വളർത്തപ്പെട്ടത്. അതുകൊണ്ട് പുറത്തു പോയി ഒരു ശീലം എനിക്കില്ല. ഞങ്ങളുടെ വീട്ടിലൊന്നും ഗേറ്റിന് പുറത്തുപോലും ഞങ്ങൾ വിടത്തില്ലായിരുന്നു. അങ്ങനെ വളർന്നു ഞാനാ. ഇവിടെ വന്നപ്പോ എനിക്ക് അതൊക്കെ ഒരു പുതിയ കാര്യങ്ങളായിരുന്നു. 2 ദിവസമായി കുഞ്ഞുങ്ങൾക്ക് ലൂസ് മോഷനും വോമിറ്റിംഗ് ഒക്കെ ഉണ്ട്. അന്നൊന്നും ഇതേപോലെ ഫോൺ സൗകര്യങ്ങളൊന്നും ഇല്ല. പ്രത്യേകിച്ച് ഞങ്ങൾ പോകുന്ന ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഉൾപ്രദേശങ്ങളാണ്. അവിടെ കാട് പോലത്തെ സ്ഥലങ്ങളാണ്. ഇപ്പോഴും അവിടെ നെറ്റോ ഫോണോ ലൈറ്റോ വെള്ളമോ ഒന്നുമില്ല. കിലോമീറ്ററോളം കടന്നു പോയാലാണ് ഒരു കുടം വെള്ളം കിട്ടുക. ഫോണൊന്ന് വിളിക്കണമെങ്കിൽ നമ്മള് ചില മരങ്ങളിലൊക്കെ ഫോണിനെ കെട്ടിത്തൂക്കിയിടും. എന്നിട്ട് അവിടെ പോയി നിന്ന് ഓണാക്കി സംസാരിച്ചാൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. അതല്ല എങ്കിൽ 10-20 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്തിട്ട് ജംഗ്ഷനിൽ എത്തിയാൽ നമുക്ക് അവിടെ നിന്ന് ഫോൺ ചെയ്യാം. ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറയുന്നത്. അപ്പൊ അന്നത്തെ കാര്യം, അന്നൊന്നും ഫോണൊന്നും ഇല്ല അങ്ങനെ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കുഞ്ഞുങ്ങൾ തളർന്നു കിടക്കുക. ലാസ്റ്റ് ആയപ്പോ എന്റെ ഇളയ മോൻ കിടന്നുപോയി. അവന്റെ കണ്ണൊക്കെ മേലോട്ട് പോകുന്ന അനുഭവം, ഛർദിച്ച് ലൂസ് മോഷൻ പിടിച്ച്. 2 കുഞ്ഞുങ്ങൾ ഒരുപോലെ ചെയ്യുക. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. ആ സമയത്താണ് ഞാൻ ചർച്ചയിലൊരു വിശ്വാസി അവിടെ കടന്നു വന്നു. നോക്കുമ്പോ കുഞ്ഞിങ്ങനെ കണ്ണൊക്കെ മേലോട്ട് പോയി വല്ലാത്തൊരു അവസ്ഥയിൽ കിടക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സമയത്ത് ഞാൻ ഇപ്പൊ ഓർക്കണ്ട, ആ സഹോദരൻ കുഞ്ഞിനെ 2 കയ്യിൽ ഇങ്ങനെ വാരി എടുത്ത് ഒരു ഓട്ടം വെച്ചു കൊടുത്തു. അങ്ങനെ അവന് ഹോസ്പിറ്റൽ എന്ന് പറയാൻ പറ്റില്ല, ഇവിടുത്തെ ക്ലിനിക്കുകളാണ്. ഡോക്ടർമാർക്ക് ശരിയായ ഡിഗ്രി ഉണ്ടോ എന്ന് പോലും അറിയാം. അത് ഞാൻ പിന്നീട് പറയാം. അപ്പൊ അവിടെ ചെന്നു, കുഞ്ഞിന് ഇഞ്ചക്ഷൻ എടുത്തു. അങ്ങനെ ദൈവം അങ്ങനെ ഒരു അനുഭവത്തിൽ നിന്ന് എന്റെ കുഞ്ഞിനെ വിടുവിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഗ്രാമങ്ങളിൽ കടന്നു പോകും. അപ്പൊ
നമ്മൾ ചെയ്യുന്നത് ഗ്രാമങ്ങളിൽ കടന്നുപോയി കുഞ്ഞുങ്ങളെ ട്യൂഷൻ പഠിപ്പിക്കും, വയസ്സായവരെ നമ്മൾ സാക്ഷരതയ്ക്ക് വേണ്ടി അവരെ പിടിച്ചിരുത്തി നമ്മൾ അവരെ പഠിപ്പിക്കും. അതിൽ കൂടി നമ്മൾ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഗ്രാമങ്ങളിൽ കടന്നു പോകുമ്പോൾ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവരെല്ലാവരും എന്ത് ചെയ്യും? കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോകും, ഉമ്മ വയ്ക്കും, കെട്ടിപ്പിടിക്കും ഒക്കെ ചെയ്യും. പക്ഷെ ഈ നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ TB രോഗമില്ലാത്ത ഒരു വീട്ടിൽ എങ്ങനെയായാലും ഒരു വ്യക്തിക്ക് ഈ രോഗം ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് തടയാൻ പറ്റത്തില്ല. കാരണം നമ്മള് കർത്താവിന്റെ സ്നേഹവുമായി കടന്നു പോകുമ്പോൾ എന്റെ കുഞ്ഞിനെ എടുക്കരുതെന്നോ ഉമ്മ വയ്ക്കരുതെന്നോ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞങ്ങളുടെ മൂത്ത മകനാന്ന് പറഞ്ഞാൽ എല്ലാവരായിട്ട് പെട്ടെന്ന് ഇണങ്ങിച്ചു വരും. പിന്നെ നമ്മളൊന്നും വേണ്ട. പക്ഷെ ഇവരോടുമായിട്ടുള്ള സ്ഥിരം അവരുമായിട്ടുള്ള ഇടപെടൽ കാരണം അധികം താമസിച്ച് TB പിടിച്ചു, അവന് ചുമ പിടിച്ചു, പനി പിടിച്ചു, വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. എന്നാൽ അന്നൊന്നും ഞങ്ങൾക്കതൊരു ഭാരമായിട്ട് തോന്നിയില്ല. കാരണം കർത്താവ് സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം എന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാ ദിവസവും അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരുന്നു. അവിടെയും കർത്താവ് എന്റെ കുഞ്ഞിനെ വിടുവിച്ചു. നമുക്ക് എന്ത് രോഗം വന്നാലും നമ്മളത് എന്ത് പറയാ തരണം ചെയ്തു പോകും. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരുമ്പോൾ പലപ്പോഴും മനസ്സ് ക്ഷീണിച്ചു പോകും. എന്നാൽ അന്നൊന്നും ഞങ്ങൾ ക്ഷീണമായോ ഒരു ഭാരമായോ ഒന്നും തോന്നിയില്ല. എന്നാൽ ഇന്ന് ഞാൻ ചിന്തിക്കുന്നു, കർത്താവ് ആ സമാധാനം കൊണ്ട് ഞങ്ങളെ നിറച്ചതാണ്. ഈ ചൂടൊക്കെ വന്ന് കുഞ്ഞുങ്ങളുടെ മൂക്കിൽ നിന്നൊക്കെ ഇങ്ങനെ ബ്ലഡ് വരും. ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെട്ട സമയങ്ങളുണ്ട്. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തംഭമായി അങ്ങയുടെ ജനത്തെ നടത്തിയെങ്കിൽ ഇനി മുതൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വരരുതെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പറയട്ടെ, കഴിഞ്ഞ 17 വർഷക്കാലമായി ഈ ചൂടിലൊക്കെ ഞങ്ങൾ ഇവിടെ താമസിച്ചിട്ടും പിന്നീട് ഒരിക്കൽ പോലും അപ്രകാരം ഒരു അനുഭവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതുപോലെ മഞ്ഞപ്പിത്തം വന്നു. നമ്മൾ 40 കിലോ ഒരു ഹോസ്പിറ്റൽ പോലും ഇല്ല. ഇവിടുത്തെ ക്ലിനിക്കുകളിലെ ഡോക്ടർമാർ തരുന്ന മരുന്നുകളാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. മഞ്ഞപ്പിത്തം വന്ന സമയത്ത് അത് അറിഞ്ഞില്ല. ലാസ്റ്റ് ബ്ലഡ് പോകുന്ന പോലെ യൂറിൻ പോകാൻ തുടങ്ങിയ സമയങ്ങളായപ്പോ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതൊരു ഒരിക്കലും രക്ഷപ്പെടുകയില്ലെന്ന് പറഞ്ഞു. അത് വല്ലാണ്ട് അവന് എഫക്റ്റ് ആയി കഴിഞ്ഞിരുന്നു. പക്ഷെ അവിടെയും കർത്താവിന്റെ വിടുവിക്കുന്ന കാലം, സൗഖ്യമാക്കുന്ന കാലം ഞങ്ങൾ ഓരോ ദിവസവും അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ എന്ത് പറയാ, നമ്മൾ നിർത്തത്തില്ല എന്ന രീതിയിൽ പല അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. അത് മാത്രമല്ല, ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലെ ഉടമസ്ഥൻ 1 വർഷത്തിന് ശേഷം ഞങ്ങൾക്കെതിരെ അവിടെ ഒരു കേസ് കൊടുത്തു. കാരണം നമ്മൾ വന്നവരാ, ഇവിടുത്തെ ഒരു ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വന്നവർക്കും ആരും സപ്പോർട്ട് ചെയ്യില്ല. കാരണം ഇവർ ജാതി നോക്കി അവരെ മതം നോക്കിയൊക്കെയാണ് ഇവർ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ക്രിസ്ത്യാനികളാണ്, പുറത്തുനിന്ന് വന്ന പരദേശികളാണ്, അതുകൊണ്ട് നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. അത് ഇവിടുത്തെ പോലീസുകാർ അവനൊക്കെ തന്നെയാ. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു? സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. ഞങ്ങൾ 1 വർഷമായിട്ട് ഞങ്ങൾ വാടക കൊടുത്തിട്ടില്ല. വാടക കൊടുത്തതിന്റെ തെളിവെല്ലാം നമുക്ക് സ്ലിപ്പ് നമ്മുടെ കയ്യിലുണ്ട്. എങ്കിൽ പോലും ഇവിടുത്തെ പോലീസുകാരും നമ്മൾ പറഞ്ഞൊന്നും കേൾക്കത്തില്ല. അവർ ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തു. ആ സമയത്ത് പോലീസുകാർ വന്നപ്പോൾ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാ. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. പോലീസിനൊക്കെ ഞാൻ ശരിക്കും ആദ്യമായിട്ടാണ് അവൻ അടുത്തൊക്കെ കാണുന്നത്. അവന്റെ അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ പോലീസുകാർ വന്നു, നമുക്ക് ഭാഷ അറിയത്തില്ല, നമ്മൾ പുറത്തുനിന്നുള്ള അവർക്ക് ഒന്നും കൂടെ ദേഷ്യത്തിലൊക്കെ നമ്മുടെ ഇടപെടാൻ സംസാരിക്കാനൊക്കെ തുടങ്ങി. എന്നാൽ ഞാൻ പറയട്ടെ, ഒരു വ്യക്തി ദൈവം അവിടെ ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ചു. അറിയത്ത് പോലില്ല, ആരാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. എന്നാൽ ഒരു വ്യക്തി ദൈവം അവിടെ കൊണ്ടുവന്നു. ആ വ്യക്തി ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു. ആ വിഷയങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കി ദൈവം എന്തൊക്കെ വേണ്ടി എത്തി. ഞാൻ പറയട്ടെ, നമുക്ക് വേണ്ടി സമയങ്ങളിൽ മാനുഷികമായ കരങ്ങളെല്ലാം താണു പോകുമ്പോൾ പോലും കർത്താവിന്റെ കരം നമുക്ക് വേണ്ടി ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞു. ഓരോ സമയങ്ങളിലും കർത്താവ് ഞങ്ങൾ അത് യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുക. ഞാൻ പറയട്ടെ, നാട്ടിലായിരിക്കുന്നതിനേക്കാൾ കൂടുതലായി അനുഭവിച്ചറിയാൻ പറ്റി ഇവിടെ വന്നതിന് ശേഷം. എന്റെ കർത്താവിന്റെ കരുതല്, എന്റെ കർത്താവിന്റെ സ്നേഹം, എന്റെ കർത്താവിന്റെ സൗഖ്യമാക്കുന്ന കാര്യം എല്ലാം അനുഭവിച്ചറിഞ്ഞു. ഞാൻ ഞങ്ങൾ പറഞ്ഞില്ല, പോരുന്ന സമയത്ത് നാട്ടിലുള്ളവർ പറഞ്ഞു ഞങ്ങളെ കുഞ്ഞുങ്ങളുടെ ഭാവി ഞങ്ങൾ നശിപ്പിച്ച് കളയുമെന്ന്. കാരണം ഒരു ഗ്രാമത്തിലോട്ടാ പോകുന്നത്, അവിടെ സ്കൂളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് 2 ആൺകുഞ്ഞുങ്ങളാ, അതുങ്ങളുടെ ഭാവി ഞങ്ങൾ നശിപ്പിച്ചു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഞാൻ വന്ന് നോക്കിയപ്പോൾ സ്കൂളുകളൊന്നുമില്ല. ഒരു ഹിന്ദി മീഡിയം സ്കൂളാണുള്ളത്. അപ്പൊ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ വിട്ടില്ല. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അതുങ്ങളെ ഹിന്ദി മീഡിയം സ്കൂളിലെ കുഞ്ഞുങ്ങളെ വിട്ടു. ഞാൻ പറയട്ടെ, പോയി തിരിച്ചു വരുമ്പോ കണ്ടു കഴിഞ്ഞ സങ്കടം വരും. ഇവിടെ എന്ന് പറഞ്ഞാൽ സ്കൂൾ ബസ് ഒന്നും ആയിരുന്നില്ല ആ സമയങ്ങളിൽ. ഒരു പെട്ടിവണ്ടി പോലത്തെ വണ്ടി ഇങ്ങനെ നെറ്റ് വെച്ച് മറച്ച് അതിനകത്താണ് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത്. അപ്പം അവർക്കറിയാം നമ്മൾ ക്രിസ്ത്യാനികളാണെന്ന് അറിയാം, നമ്മൾ പുറത്തുനിന്നുള്ളവരാണെന്ന് അറിയാം. അതുകൊണ്ട് ഇവർക്ക് ഹിന്ദി അറിയത്തില്ല സംസാരിക്കാനായിട്ട്. ആ സമയത്ത് തിരിച്ചു വരുമ്പോ ഇളയ കുഞ്ഞിന്റെ ഷർട്ട് മുഴുവൻ മറ്റുള്ള കുഞ്ഞുങ്ങളുടെ ഷൂവിന്റെ പാടുകളായിരിക്കും. അപ്പൊ ചോദിക്കുമ്പോഴാണ് അറിയുന്നത് ഈ കുഞ്ഞുങ്ങളെ
വണ്ടിയുടെ കോർണറിലിട്ടിട്ട് എല്ലാവരും കൂടി മാറി മാറി ചവിട്ടും. ഇത് വണ്ടിയുടെ ഡ്രൈവർ കാണുന്നുണ്ട്, ഇവരെ കൂടെ വരുന്ന ആളുകളെല്ലാം കാണുന്നുണ്ട്. പക്ഷെ ഇവരൊന്നും എതിർക്കത്തില്ല. കാരണം നമ്മൾ ആരാണ്, ഇതായത് കൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങളെ മാക്സിമം ഉപദ്രവിക്കും. അപ്പൊ തിരിച്ചു വരുമ്പോൾ നമുക്ക് കാണാം ഷട്ടിൽ മുഴുവൻ മറ്റുള്ള കുഞ്ഞുങ്ങളുടെ ഷൂവിന്റെ പാടുകളായിരിക്കും. അപ്പൊ ഇളയ കുഞ്ഞിനെ ഉപദ്രവിക്കുന്ന കാണുമ്പോൾ മൂത്തവൻ അത് തടയാൻ നോക്കും, പക്ഷെ അവനും കൊള്ളും. അങ്ങനെ വണ്ടിക്കകത്ത് വെച്ചും സ്കൂളിൽ വെച്ചും ഒക്കെ ഇത്രയും അനുഭവങ്ങൾ വരുമ്പോ ആ അടിയും തല്ലും എല്ലാം കൊണ്ട് കുഞ്ഞുങ്ങൾ കരയാൻ തുടങ്ങും. അമ്മ നമുക്ക് തിരിച്ചു നാട്ടിൽ പോകാം, നമുക്ക് ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് കരയുന്ന ഒരു അനുഭവം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, എന്നൊക്കെ ദൈവം ഞങ്ങളെ നിർത്തി എന്ന് പറയുന്ന സത്യം. ഇത്രയും ആ അനുഭവത്തിലും നമുക്കാണ് വിളിയുള്ളത്, നമുക്കാണ് ദർശനമുള്ളത്, നമുക്കാണ് സമർപ്പണമുള്ളത്. എന്നാൽ അതിനെ പ്രതി കുഞ്ഞുങ്ങൾ കഷ്ടം അനുഭവിച്ചപ്പോഴും വീഴാതെ കർത്താവിനെ നിർത്തി പുറകോട്ട് നോക്കുവാൻ ഇടയാക്കിയിട്ടില്ല. എന്താ പറയട്ടെ, പോകെ ഇതൊക്കെ അറിയുമ്പോ വീട്ടിൽ നിന്ന് അപ്പയോ അമ്മയ്ക്ക് വിളിക്കും, മതി നിങ്ങൾ പ്രവർത്തിച്ചു നോക്കാൻ, മതി നിങ്ങൾക്ക് ഒരു സഭയുണ്ടല്ലോ, പിന്നെ എന്തിനാണ് അവിടെ പോയി കഷ്ടപ്പെടുന്നത്, ആ കുഞ്ഞുങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭാവി നശിപ്പിക്കണേ എന്നൊക്കെ പറയും. ഞാൻ പറയട്ടെ, കർത്താവ് ആർക്കും കടക്കാരനല്ല കേട്ടോ. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം, കുഞ്ഞുങ്ങളുടെ ഭാവി നശിച്ചു എന്നൊക്കെ ലോകം പറയും, നശിച്ചു പോകുമെന്ന് ലോകം പറയും. പക്ഷേ നമ്മളെ കാണുന്ന ഒരു കർത്താവുണ്ട്, ആർക്കും കടക്കാരല്ലാത്ത ഒരു കർത്താവുണ്ട്. ഇന്ന് എന്റെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ തന്നെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് വഴികളും മാതിരികളും എല്ലാം തുറന്നു. അതേ, കർത്താവ് ആർക്കും കടക്കാരനല്ല. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ നാട്ടിൽ നിന്ന് വരുമ്പോ നമുക്ക് ഒരു വഴികളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അപ്പൊ ഞങ്ങൾ താമസിച്ചിരുന്ന വീട് ഫെയ്ത്തോമ, ഞങ്ങളുടെ ചർച്ചിന്റെ ഞങ്ങൾ താമസിച്ചിരുന്ന അവിടെ, അത് പണയത്തിൽ ലീസിന് കൊടുത്തിട്ട് ആ പണമായിട്ടാണ് ഞങ്ങളിവിടെ കടന്നു വന്നത്. പക്ഷേ അത് പോകെ എല്ലാം കഴിഞ്ഞു. അപ്പൊ നമ്മുടെ കരുതൽ എവിടെ തീരുന്നോ അവിടെ കർത്താവിന്റെ കരുതൽ സ്റ്റാർട്ട് ചെയ്യും. നമ്മളെ കരുതി വെച്ചതൊക്കെ തീരുമ്പോ നമുക്കറിയാം, അബ്രഹാം ഹാഗാറിനെ കുഞ്ഞിനെ അയക്കുന്ന സമയത്ത് തുരുത്തി വെള്ളവും അപ്പുമായിട്ട് അയക്കുന്നുണ്ട്. എന്നാൽ ആ ദർശനം മരുഭൂമിയിൽ ഉഴന്ന് നടന്നതിന് ശേഷം ആ കരുതൽ തീർന്നപ്പോൾ തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷമാണ് ഹാഗാർ ശരിയായ രീതിയിൽ കർത്താവിനോട് നിലവിളിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മളെല്ലാം കരുതലുള്ളപ്പോൾ കുറച്ചുകൂടെ ഉണ്ടല്ലോ എന്നൊരു ധൈര്യം നമുക്കുണ്ടായി. എന്നാൽ അവസാനം അതും തീർന്നു, എല്ലാം തീർന്നു. 1 കിലോ ആട്ട അന്ന് 13 രൂപ കൊടുത്താൽ കിട്ടുമായിരിക്കും, പക്ഷെ അത് വാങ്ങാൻ പോലും നിവൃത്തിയില്ലാത്തൊരു അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടു. എന്നാൽ ഞാൻ പറയട്ടെ, നമുക്ക് മുന്നമേ നമുക്ക് എന്തൊക്കെ സംഭവിക്കുന്ന കർത്താവിന് മുന്നമേ അറിയാം. ഏലിയാവ് ചൂരച്ചെടിയിലും അവിടെ കിടക്കുമ്പോ അപ്പവും ഇറച്ചിയെല്ലാം രാവിലെ വൈകിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് ദൈവം. എന്നാല് ദൈവം പറയാണ്, അവിടെ കുറച്ച് കിരീത്തി തോടിലേക്ക് ഏലിയാവ് കിടക്കുന്ന സമയത്ത് തോട് ദേശത്ത് മഴ പെയ്യാകിയാൽ കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. അപ്പൊ ദൈവം പറയും, നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് സാരാഫത്തിലേക്ക് ചെന്ന് അവളെ പാർക്ക, നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ആ വാക്യം കർത്താവ് ഞങ്ങളോട് സംസാരിച്ചു. കാരണം എലിയ പോയിട്ടില്ല, പോകാൻ പറയുന്നേ ഉള്ളൂ. അതിന് മുന്നമേ ദൈവം അവിടെ കൽപ്പിച്ചു കഴിഞ്ഞു, ഏലിയാവിനെ പുലർത്തേണ്ടത് ദൈവം വിധവയോട് കൽപ്പിച്ചു കഴിഞ്ഞു എന്ന്. ആ വാക്യം ചിന്തിപ്പിക്കുന്നതൊക്കെ നമ്മുടെ കരുതൽ എവിടെ തീരുന്നോ അവിടെ കർത്താവ് നമുക്ക് വേണ്ടി കരുതുവാൻ തുടങ്ങും. നമ്മുടെ വഴികൾ അവസാനിക്കുമ്പോൾ തീർന്നു എന്ന് ചിന്തിക്കുന്ന സമയത്ത് കർത്താവ് നമുക്ക് വേണ്ടി വഴികൾ തുറക്കും. അത് വെറുതെ പറഞ്ഞതല്ല, ഞാൻ അനുഭവമാണ്. അപ്പോ ഇതെല്ലാം തീർന്നു, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരു ദിവസം ഞാൻ ഓർക്കുന്നു, കുഞ്ഞുങ്ങൾ വിശന്നിരിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പൊ പറയുന്നത്, കാരണം നമ്മുടെ ദൈവം ഞങ്ങളെ കരുതിയത് പറയാൻ വേണ്ടി, ഞങ്ങൾ കഷ്ടപ്പെട്ടത് പറയാനൊന്നുമല്ല കേട്ടോ. കാരണം ദൈവം നടത്തിയ വഴികൾ ഓർത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ മാത്രമേ ഭാരപ്പെട്ടെന്ന് തോന്നിയിട്ടുള്ളൂ. ഭാരപ്പെട്ടിട്ടില്ല, നമ്മള് ചിന്തിച്ചു പോയതേ ഉള്ളൂ. എന്നാൽ ആ സമയത്ത് ഞാൻ ഓർക്കുന്നു, കുഞ്ഞുങ്ങള് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഏലിയാവെന്ന് പറഞ്ഞ അപ്പച്ചനുണ്ട്, അപ്പച്ചന് വേണ്ടി ദൈവം കാക്കയെ കൊണ്ട് ഭക്ഷണം കൊടുത്തിട്ടുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും കുഞ്ഞുങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കും ദൈവം വഴികൾ തുറക്കുമെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ഞാൻ എന്നും ഓർക്കുന്നത്, ഞാൻ 2 കുഞ്ഞുങ്ങൾ കൈ കോർത്ത് പിടിച്ചു വെച്ച് പ്രാർത്ഥിപ്പിച്ചാ, ഞങ്ങൾക്ക് ഭക്ഷണമൊന്നും ഇല്ലാട്ടോ കർത്താവേ, ഞങ്ങൾക്ക് ഭക്ഷണം തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ദിവസങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാൽ അവരെ പ്രാർത്ഥന ദൈവം തള്ളിക്കളഞ്ഞില്ല, അവരുടെ പ്രത്യാശ ദൈവം കാണാതെ
കാണാതെ പോയില്ല. ദൈവം അവർക്ക് വേണ്ടി വഴികൾ തുറന്നു. ഇന്ന് ഞാൻ ആ നല്ല അനുഭവങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? അന്ന് അവർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവർക്ക് വേണ്ടി വഴി തുറന്നുകൊണ്ട് ഇന്നും അവർക്കറിയാം പ്രാർത്ഥിച്ചാൽ മറുപടി തരുന്ന ഒരു സ്വർഗമുണ്ടെന്ന്. ഹല്ലേലൂയ. അവർ ആവശ്യങ്ങളിൽ ഇന്നും അവർ പ്രാർത്ഥിക്കും. ഞങ്ങളോട് പറഞ്ഞതിന് മുന്നേ അവർ പ്രാർത്ഥിക്കും. അവർക്കറിയാം അവരെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പഠിപ്പിക്കുവാനായിരുന്നു അന്ന് ആ ഞെരുക്കം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നത്. അങ്ങനെ ഞങ്ങള് അങ്ങനെ തീർന്ന അവസ്ഥയിൽ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങൾ വീടിന്റെ മുകളില് ടെറസിന്റെ പാരപ്പെട്ടിൽ ഇങ്ങനെ ഇരിക്കുക. ഒരു സൈഡിൽ ഞാൻ ഇരിക്കുക, ഒരു സൈഡിൽ ചേട്ടൻ ഇരിക്കുക. ഞങ്ങൾ രണ്ടുപേരും മനസ്സിലുണ്ട് എന്ത് ചെയ്യുമെന്ന് അറിയില്ല. കാരണം ഇനി പട്ടിണിയാ. വാടക കൊടുക്കാനുള്ള അഡ്വാൻസും അവിടെ തീർന്നു. ഇനി അടുത്ത മാസം ഞങ്ങൾ ഇറക്കി വിടും. ആ മാസം അവസാനിക്കുന്നുണ്ട് അവരെ ഇറക്കി വിടും. ഞങ്ങള് ഭക്ഷണത്തിനില്ല, കുഞ്ഞുങ്ങൾക്കൊന്നും കഴിക്കാനില്ല. 2 വർഷമായിട്ട് ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ വിട്ടിട്ടില്ല. അങ്ങനെ എല്ലാം കൊണ്ട് ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടു. എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അപ്പോ എന്റെ മനസ്സിലുണ്ട് എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അപ്പൊ ദേവദാസൻ മനസ്സിലിങ്ങനെ ഓർത്തു, ഒരു കാര്യം ചെയ്യാം, എന്നെ കുഞ്ഞുങ്ങളെ തിരികെ നാട്ടിലേക്ക് അയച്ചേക്കാം. അപ്പൊ ദേവദാസിനെ ഇവിടെ നിന്ന് പട്ടിണിയായാലും കുഴപ്പമില്ല, ഒരാൾക്ക് ഒറ്റയ്ക്ക് അങ്ങനെയാണുള്ളത്. സഹോദരന്മാർ അങ്ങനെയുള്ള സ്വയം അനുഭവിച്ചാലും കുഞ്ഞുങ്ങൾ അനുഭവിക്കാനോ ഒന്നും ഭാര്യ അനുഭവിക്കുന്ന ആഗ്രഹിക്കില്ല. അപ്പൊ ഓർത്തു ഞാൻ ഇവിടെ നിന്നിട്ട് ഭാര്യയും മക്കളെ തിരിച്ചു വീട്ടിലോട്ട് അയക്കാന്ന്. പക്ഷെ എന്റെ മനസ്സിലുണ്ടായിരുന്നു കർത്താവ് ഇവിടെ വരെ ഞങ്ങൾ ദൈവവേലയ്ക്കായി വന്നു, ഞങ്ങൾ പോകണ്ട എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം വാക്കുകൾ ഞങ്ങൾ അവഗണിച്ചിട്ടാണ് ഇവിടെ വന്നത്. ഇനി ഞങ്ങൾ തിരികെ അയക്കല്ലേ എന്നൊരു പ്രാർത്ഥന ഉള്ളിലുണ്ട്. പക്ഷെ രണ്ടുപേരും സംസാരിക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല. ആ സമയത്താണ് ചേട്ടന്റെ ഫോണിലോട്ട് ഒരു ഫോൺ വരുന്നത്. ചേട്ടനൊക്കെ വിശ്വാസത്തിലോട്ട് കൊണ്ടുവന്ന ഒരു അങ്കിൾ വിളിക്കുക, മനോജ്, എന്റെ മരുമകന് നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ആരെയും സഹായിച്ചാൽ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് മനോജിന്റെ പേര് ഞാൻ അവരോട് പറയട്ടെ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാലുണ്ട്, ഞങ്ങള് ചേട്ടന്റെ വിഷമം എന്നോടും പറഞ്ഞിട്ടില്ല, എന്റെ വിഷമം ചേട്ടനോടും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ വിഷമം കർത്താവ് സ്വർഗത്തിൽ ഇരുന്ന് കണ്ടു. അവരിങ്ങോട്ട് വിളിച്ചു ചോദിക്കാം, നിങ്ങളെ ഞാൻ സഹായിച്ചോട്ടെ എന്ന്. കാരണം ചേട്ടന്റെ സ്വഭാവം അവർക്ക് അറിയാം. അങ്ങനെ സഹായം ചോദിക്കാൻ പലപ്പോഴും മടി കാണിക്കുന്ന ആളായതുകൊണ്ട് അവരിങ്ങോട്ട് ഞങ്ങൾ സഹായിച്ചോട്ടെ എന്ന്. കാരണം ഞാൻ പറയട്ടെ, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട്. നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. മാനുഷികമായ കാര്യങ്ങളൊക്കെ താണു പോകും. മനുഷ്യരെ നോക്കി നാം ഇറങ്ങി പുറപ്പെട്ടാൽ കുറച്ചു കഴിയുമ്പോൾ അവരെ കൈ മാറ്റുമ്പോൾ, അവരെ കൈ താഴ്ന്നു പോകുമ്പോൾ നാമും താഴ്ന്നു പോകേണ്ടായിട്ട് വരും. എന്നാൽ ഒരിക്കലും താഴ്ന്നു പോകാത്ത ഒരു കരം നമുക്കുള്ളപ്പോൾ ആ കരങ്ങളിലേക്ക് നാം നോക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ കർത്താവ് നമ്മൾ ഒരിക്കലും നിരാശപ്പെടുത്തത്തില്ല. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായവരുടെ മുഖം രുചിച്ചു പോയത് ഞങ്ങൾ അനുഭവം. അന്നു മുതൽ ഇന്ന് വരെയും ഒരു വ്യക്തിയുടെ മുമ്പ് കൈ നീട്ടുമെന്ന് ദൈവം ഇടയാക്കിയിട്ടില്ല. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം, പല ആവശ്യങ്ങൾ വന്നു, എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചു പോയി. എന്നാൽ ഒന്നും ഭാരമായി തീരാതെ കർത്താവ് ഇന്നും ഞങ്ങളെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. അതേ കർത്താവ് ആർക്കും കടക്കാതെ. കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ കർത്താവ് ഇതുവരെ കൂടെ ഞാൻ നടത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മുടെ കരുതലുകൾ എപ്പോൾ തീരുമോ അപ്പോൾ നമ്മൾ വിളിക്കേണ്ട പോലെ കർത്താവിനെ വിളിക്കും. അതുവരെ വിളിയൊക്കെ ഉണ്ടാകും, പക്ഷെ വിളിക്കേണ്ട രീതിയിൽ പലപ്പോഴും നമ്മൾ വിളിക്കാറില്ല. എന്നാൽ തീരുമ്പോൾ നമ്മൾ വിളിക്കേണ്ടതുപോലെ വിളിക്കുവാൻ തുടങ്ങും. കർത്താവിന്റെ പരിമിതികളില്ലാത്ത കരുതൽ നമുക്ക് അനുഭവിച്ച് അറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അങ്ങനെ ഞങ്ങള് ഇവിടെ കടന്നു വന്നു. ദൈവം ഞങ്ങൾ ഓരോ നിമിഷവുമായി നടത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്ന് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടൻ ഇങ്ങനെ ഞങ്ങൾ എല്ലാ ഗ്രാമങ്ങളിലും കയറിറങ്ങി സുവിശേഷ പ്രതികൾ കൊടുക്കും, ട്രാക്ട് കൊടുക്കും, ബൈബിളിന്റെ കോപ്പികൾ കൊടുക്കും. ഹിന്ദി ഒന്നും അറിയത്തില്ല അന്നേരം. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും, വീട്ടിൽ തന്നെ പ്രസംഗമൊക്കെ ഹിന്ദിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അത് കാണാതെ പഠിച്ചു പോകും. അങ്ങനെയൊക്കെയാണ് തുടക്ക സമയങ്ങളില്. അപ്പം അങ്ങനെ കടന്നു പോകും. ജംഗ്ഷനിലൊക്കെ 2-3 പേരെ കാണും. ഞങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ ഞങ്ങൾ ഹിന്ദിയിലെ പരിശോധന നടത്തും. അതുപോലെ ന്യൂസ് പേപ്പറിലൊക്കെ ട്രാക്ട് വെച്ച് എല്ലാ വീടുകളിലും എത്തിക്കും. അപ്പൊ അന്നത്തെ ആവേശത്തില് എല്ലാ ട്രാക്റ്റിലും നമ്മുടെ ഫോൺ നമ്പറും നമ്മുടെ അഡ്രസ്സും എല്ലാം വെച്ചിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം ചേട്ടൻ ജാൻസിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വഴിയിൽ വെച്ച് കുറച്ച് പേർ വണ്ടിക്ക് കൈ കാണിച്ചു. കാറിൽ വന്നുകൊണ്ടിരിക്കും, ചെറിയൊരു വണ്ടി ഉണ്ടായിരുന്നു, അത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൈ കാണിച്ചു. ഇവിടെ എന്ന് പറഞ്ഞാൽ മിക്ക ഗ്രാമങ്ങളിലും വണ്ടിയുടെ സൗകര്യങ്ങളൊന്നുമില്ല, ബസ്സോ ഒന്നുമില്ല. അപ്പൊ ഒരു വണ്ടിയിൽ തന്നെ ഒരു ഓട്ടോയില് 10-20 പേര് ഒരു ഓട്ടോറിക്ഷയിൽ കയറും. ഡ്രൈവർക്ക് ഇരിക്കാൻ പോലും സ്ഥലം ഉണ്ടാകും. അത്രയും തിങ്ങിയാണ് ആൾക്കാരെ കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോഴും ഉള്ളത്. അപ്പൊ അന്നൊക്കെ ഗ്രാമങ്ങളിൽ വണ്ടിയുടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ കൈ കാണിക്കും, നമ്മൾ അവരെ കയറ്റിക്കൊണ്ട് പോകും. അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഇപ്പോഴും ഉണ്ടാകാറുണ്ട്.
അപ്പോൾ ചേട്ടൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടു മൂന്ന് നേരം ഒന്ന് കൈ കാണിച്ചു. അപ്പോ അവര് വണ്ടിക്ക് വേണ്ടി ചോദിച്ചതായിരിക്കും എന്ന് ഓർത്ത് വണ്ടി നിർത്തിയതേ ഓർമ്മയുള്ളൂ. അതിനു മുമ്പേ അവര് ഡോർ തുറന്ന് ചേട്ടനെ ഉപദ്രവിക്കുവാൻ തുടങ്ങി. തലയിലും കയ്യിലും കൈപ്പത്തി മുട്ട് എല്ലാം അടിച്ചൊരു പരുവാക്കി. വണ്ടി അവരെ പുറകോട്ടെടുത്ത് റിവേഴ്സ് എടുത്ത് വണ്ടി ആകെ നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ ഈ വണ്ടി ഇടിപ്പിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ആളുകൾ ആ ജംഗ്ഷനിൽ ഓടിപ്പെടുന്നത് കണ്ടപ്പോൾ ഇവര് പെട്ടെന്ന് അവിടെ നിന്ന് മാറിക്കളഞ്ഞു. ആ സമയത്ത് ഞാൻ എൻ്റെ ആങ്ങളുടെ വീട്ടിലായിരുന്നു. അവിടുന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പം തല മുഴുവൻ പൊട്ടി ചോരയെല്ലാം വന്നു. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ ബോധമൊന്നും പോയില്ല. പക്ഷെ ഇവിടെ ഒരു ഗുണമുണ്ട്, എന്ത് ആക്സിഡന്റ് നടന്നാലും ആരും സഹായിക്കത്തില്ല, അവിടെ കിടക്കത്തേ ഉള്ളൂ. ആരും ഒന്നും എടുത്ത് ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോകത്തില്ല. അങ്ങനെ കിടന്നു, തല മുഴുവൻ പൊട്ടി ചോരയായി. ചേട്ടൻ തന്നെ ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ചു, അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്നു, അവിടെ അഡ്മിറ്റ് ആയി. ഈ കാര്യങ്ങളെല്ലാം കൊടുത്ത് എന്നെ ഫോൺ വിളിച്ച് സംസാരിച്ചതോടുകൂടി ബോധമെല്ലാം പോയി. പിന്നെ കുറച്ച് നാള് ട്രീറ്റ്മെന്റിലൊക്കെ ആയിരുന്നു. എന്നാൽ ദൈവം അവിടെയും കാത്തു പരിപാലിച്ചു. വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളിയെങ്കിൽ യഹോവ എന്നെ താങ്ങി എന്ന് പറഞ്ഞതുപോലെ അനർത്ഥം വ്യസനകരമായി തീരാതെ വണ്ണം കർത്താവ് അവിടെ ഞങ്ങൾ വിടുവിച്ചു. പോലീസുകാർ വന്ന് പറഞ്ഞ് കേസാക്കാനൊക്കെ പറഞ്ഞു. എങ്കിലും ഞങ്ങൾ അത് വേണ്ടാന്ന് പറഞ്ഞു. കാരണം നമ്മളത് കേസാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്തിനു വന്നു, എന്ത് ചെയ്യുന്നെന്നെല്ലാം പറഞ്ഞ് പിന്നെ നമുക്കത് നമ്മൾ എന്തിനു വേണ്ടിയാണോ വന്നത് അത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കടന്നു പോകും. അതുകൊണ്ട് ഞങ്ങൾ അത് വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് അത് വിട്ടുകളയാൻ തക്കവണ്ണം തീർന്നു. എന്നാലും അതിന്റെ ബുദ്ധിമുട്ടുകൾ കുറച്ചേറെ നാളുണ്ടായിരുന്നു. എങ്കിലും കർത്താവ് സൗഖ്യമാക്കി ബലപ്പെടുത്തി ഇന്നും ആരോഗ്യത്തോടുകൂടി കർത്താവിന്റെ വേല ചെയ്യുവാൻ ഞങ്ങൾ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പുറകോട്ട് പോകുവാൻ ദൈവം, പുറകോട്ട് നോക്കുവാൻ ദൈവം ഇടയാക്കിയില്ല. ഞാൻ പറഞ്ഞല്ലോ, നിന്നതല്ല കേട്ടോ, കർത്താവ് ഞങ്ങൾ നിർത്തിയതാ. വീഴാതെ വണ്ണം കർത്താവ്, ഞങ്ങൾക്കറിയാം, ദൈവത്തിനറിയാം ഞങ്ങള് വീണ് പോകുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ കർത്താവ് ഞങ്ങൾ വിട്ടുകൊടുത്തില്ല. വീഴാതെ വണ്ണം കർത്താവ് ഞങ്ങൾ നിർത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതുപോലെ തന്നെ ഈ നാട്ടിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന ഇടയ്ക്ക് തമാശക്കായാലും പറയും, ചേട്ടനോട് പറയും, ഒരു ജലദോഷപ്പനിയെങ്കിലും വന്നിരുന്നു വെച്ചാൽ നല്ലതായിരുന്നു, 2 ദിവസം റെസ്റ്റ് എടുക്കാമായിരുന്നു. കാരണം ഒരു ജലദോഷപ്പനി പോലും എനിക്ക് വരത്തില്ല. എന്നും നമ്മള് ഫീൽഡിൽ പോകണം, പണിയെടുക്കണം, ജോലി ചെയ്യണം. നമ്മള് ചർച്ചിലായാലും ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കും സൺഡേ. അപ്പോൾ എപ്പോഴും നമുക്ക് റെസ്റ്റ് ഇല്ലാത്തൊരു ബിസി ലൈഫായിരുന്നു. അപ്പൊ ഞാൻ പറയും, ഒരു ജലദോഷപ്പനി വന്നാൽ നല്ലതായിരുന്നു, 2 ദിവസം റെസ്റ്റ് കിട്ടുമായിരുന്നു. പക്ഷെ അതുപോലെ വരത്തില്ലായിരുന്നു. എന്നാൽ ഇനിയിപ്പോ എന്റെ പ്രാർത്ഥന ദൈവം കേട്ടതാണെന്ന് അറിയത്തില്ല. അത് ദൈവം അങ്ങനെ പരീക്ഷിക്കത്തില്ല, ഞാൻ തമാശക്ക് പറഞ്ഞതേ ഉള്ളൂ. എങ്കിൽ ഇവിടെ വന്ന് അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ മാറാതെ രോഗം വന്നുകൊണ്ടിരുന്നു. അടിക്കടി രോഗങ്ങൾ. എന്ന് ഒരു രോഗിയായി ഞാൻ മാറി എന്ന് പറയുന്ന സത്യം. ഞാൻ പറയല്ലോ, ഗ്രാമങ്ങളിലൊക്കെ കടന്നു പോകുമ്പോൾ ഈ പറമ്പിലാണ് ഞങ്ങൾ കിടന്നുറങ്ങുക. പറമ്പിൽ കട്ടിലിട്ടിട്ട്, കാട് പോലത്തെ സ്ഥലങ്ങളാണ്. അപ്പൊ പറമ്പിൽ അവിടെ കിടക്കും. പലപ്പോഴും ഞങ്ങള് പോകുന്ന യാത്രയിൽ കരടിയെ കണ്ടിട്ടുണ്ട്. അതുപോലെ മറ്റേ കഴുതപ്പുലി ഒക്കെ ഞങ്ങളുടെ മുമ്പിൽ, വണ്ടിക്ക് മുമ്പിൽ വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും നമുക്ക് അതൊന്നും അർത്ഥമായി തീർന്നിട്ടില്ല. അപ്പൊ ഈ കാട് പോലെയുള്ള സ്ഥലങ്ങളാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോ ചൂടൊക്കെ ഉള്ള സമയത്ത് പുറത്ത് ബെഡൊക്കെ ഇട്ടിട്ട് കട്ടിലിട്ടിട്ട് നമ്മൾ അവിടെ കിടന്നുറങ്ങും. അപ്പം ഒരു തവണ ഇതേപോലെ പ്രവർത്തനം കഴിഞ്ഞ് തിരികെ വന്നു കഴിഞ്ഞ സമയം മുതൽ എനിക്ക് പനി തുടങ്ങി. അപ്പൊ തണുപ്പിന്റെ ഒരു സമയമായിരുന്നു, തണുപ്പ് തുടങ്ങിയ സമയമായിരുന്നു. അപ്പൊ വൈകിട്ട് ഭയങ്കര വിറവലും തണുപ്പൊക്കെ ഫീൽ ചെയ്യും. അപ്പൊ എനിക്കന്ന് അത്ര ആരോഗ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓർത്തു അത് തണുപ്പ് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും. 1 ആഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, പനിക്ക് ഒരു കുറവില്ല. രാത്രി ആകുമ്പോ പനി കൂടും. അങ്ങനെ ലാസ്റ്റ് ആയപ്പോ ചേട്ടൻ പറഞ്ഞു, എന്തായാലും ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞു. അപ്പൊ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ 45 കിലോമീറ്റർ പോകണം നമുക്ക്. ഹോസ്പിറ്റലിൽ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഡെങ്കി മലേറിയ ഒരുമിച്ച് എനിക്ക് ആയി. അപ്പൊ കൗണ്ട് നോക്കിയപ്പോ ഏറ്റവും കുറഞ്ഞു പോയി. കൗണ്ട് കുറഞ്ഞ് എനിക്ക് തോന്നുന്നു 20,000 അടുത്ത് വരെ എന്റെ കൗണ്ട് കുറഞ്ഞു പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ അഡ്മിറ്റ് ആക്കി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. കുറച്ച് അടുത്ത ദിവസമായപ്പോ എനിക്ക് ശ്വാസം കിട്ടാതെയായി. കൗണ്ട് ഏറ്റവും കുറഞ്ഞ് ബ്ലഡ് കൗണ്ട് കുറഞ്ഞ് ഞാൻ മരണത്തെ കണ്ട സമയങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായി. ഞാൻ ചേട്ടനുണ്ടായിരുന്നില്ല റൂമിൽ. ഞാൻ അവിടെ കിടക്കുന്ന സമയത്ത് എനിക്ക് ശ്വാസം എല്ലാം മേളിൽ പോയി, കണ്ണെല്ലാം മറിഞ്ഞു പോയി. ഞാൻ കൈകാലത്ത് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരും എൻ്റെ അടുത്ത്. ആ സമയത്ത് എൻ്റെ അമ്മച്ചിക്ക് നാട്ടിൽ നിന്നിട്ട് പറയാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ദൈവാത്മാവ് തോന്നിച്ചു. ആ സമയത്ത് അമ്മച്ചി ഫോൺ ചെയ്യുക. പക്ഷെ എൻ്റെ ഫോൺ അടുത്ത് ഇരിപ്പുണ്ട്, എനിക്കത് എടുക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ
ശരിക്കും പറഞ്ഞ മരണത്തിന്റെ അവസ്ഥ ഞാൻ ശരിക്കും കണ്ടു. ആ സമയത്ത് ഒരു സിസ്റ്റർ പെട്ടെന്ന് ആ റൂമിലോട്ട് കയറി വന്നപ്പോൾ ഞാൻ എന്നെ കൈകാലിട്ട് അടിച്ച് എന്റെ കണ്ണിന്റെ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഉടനെ അവര് സ്ട്രക്ചർ കൊണ്ടുവന്ന് എന്നെ വേഗം ഇതിലോട്ട് മാറ്റി. എന്നാൽ ഞാൻ പറയട്ടെ, അവിടെ ഒത്തിരി ദൈവമക്കൾ അന്നും നമുക്ക് ഇവിടെ നോർത്ത് ഇന്ത്യയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരില്ല എങ്കിലും നാട്ടിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒത്തിരി ദൈവമക്കളുണ്ട്. അവരവിടെ നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒറ്റ ദിവസം കൊണ്ട് എന്റെ അക്കൗണ്ട് നോർമലായി തിരുവനന്തപുരം തീർന്നു. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നമുക്ക് വേണ്ടി നമ്മളെ പ്രാർത്ഥനയ്ക്കുണ്ടല്ലോ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുവാൻ കഴിയും. ലോകം പറയും തീർന്നു പോയി, അവൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥന അവിടെ പുതിയ ജീവൻ നമ്മളിലേക്ക് കൊണ്ടുവരാൻ ഇടയായിത്തീരും. അങ്ങനെ പല അനുഭവങ്ങളിൽ കൂടെ കർത്താവ് ഞങ്ങൾ നടത്തി. ഒരു ദിവസം ഞങ്ങൾ 3 കുഞ്ഞുങ്ങളും കൂടി ഇങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരു വണ്ടി വന്നിടിച്ച് കുഞ്ഞുങ്ങൾ 3 പേരും വണ്ടിയിൽ തെറിച്ചു പോകുവാൻ ഇടയായിത്തീർന്നു. ഞാൻ ഇന്ന് ഓർക്കണം, എന്റെ മുഖം മുഴുവൻ ചോര കൊണ്ട് നിറഞ്ഞ് മൊത്തം ശരീരം മുഴുവൻ തൊലിയെല്ലാം പോയി 3 കുഞ്ഞുങ്ങളും തീർന്നു പോകേണ്ട ഒരു അവസ്ഥയിൽ കടന്നു വന്നു. എന്നാൽ കർത്താവ് അവിടെയും ഞങ്ങളെ കൈവിട്ടില്ല. ഞാൻ പറയട്ടെ, നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. നീതിമാനൊന്നും അല്ലെങ്കിൽ തന്നെ അസംഖ്യമായ അനർത്ഥങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. ഒരിക്കലും ഇവിടെ ഞങ്ങള് നിർത്തരുത് എന്നുള്ള രീതിയിൽ പല അനർത്ഥങ്ങൾ വന്നു. എങ്കിലും കർത്താവ് ഞങ്ങളെ നിർത്തി. ഒന്നും ഭാരമായി തീരാതെ വണ്ണം കർത്താവ് ഞങ്ങളെ നിർത്തി. ഓരോ പ്രശ്നങ്ങൾ വരും, അതിനെല്ലാം തരണം ചെയ്ത് പിന്നെയും ഓടുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾക്ക് ബലം തന്നു. അങ്ങനെ 2018 ആയപ്പോ 2008 മുതൽ 2018 വരെ അങ്ങനെ അത്രയും വർഷങ്ങൾ കർത്താവ് ഞങ്ങൾ നടത്തി. ഞങ്ങൾ സഭയെ ദൈവം വളർത്തി. ഞാൻ പറയട്ടെ, ഞാൻ ഒരു കാര്യം പറയാം, ഞങ്ങൾക്ക് ഭാഷ അറിയത്തില്ലായിരുന്നു. എങ്കിലും കർത്താവ് 6 സ്റ്റേറ്റുകളില് പ്രവർത്തനം തുടങ്ങുവാൻ കർത്താവ് സഹായിച്ചു. ഞാൻ പറയട്ടെ, ദൈവം വിക്കനായ മോശയോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടി ഇരിക്കാമെന്ന് പറഞ്ഞു. മോശയെ കർത്താവ് ഉപയോഗിച്ചുവെങ്കിൽ, ഞങ്ങളെ കർത്താവ് ഇത്രത്തോളം ഉപയോഗിച്ചെങ്കിൽ, ദൈവമക്കളെ നമ്മള് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അതിശയകരമായ രീതിയിൽ കർത്താവ് നമ്മൾ ഇന്നും എടുത്ത് ഉപയോഗിക്കാൻ ഇടയായിത്തീരും. ഞങ്ങൾക്ക് ഇപ്പോഴും പിന്നെ കഴിവുകളൊന്നുമില്ല, ഭാഷയുടെ ജ്ഞാനമൊന്നുമില്ല. എങ്കിലും ഞങ്ങളെ കഴിയുന്ന രീതിയിൽ കർത്താവിനെ മഹത്വപ്പെടുത്താൻ ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ കർത്താവ് ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ തയ്യാറാകുന്നു. നമ്മുടെ കാലുകൾ വെള്ളം മാറിയിട്ട് ഞാൻ ഇറങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലവിടെ നിൽക്കത്തില്ല. എന്നാൽ നാം കാലെടുത്ത് വെക്കുമ്പോൾ വെള്ളം താനെ വഴി മാറിപ്പോകും. ഈ ദിവസങ്ങളെ പ്രതികൂലങ്ങൾ നോക്കുവാനല്ല, പ്രശ്നങ്ങൾ നോക്കുവാനല്ല, കർത്താവിലേക്ക് നോക്കി നാം കാലെടുത്ത് വെച്ചാൽ കർത്താവ് നമ്മളെ തന്റെ ഉദ്ദേശത്തിനനുസരിച്ച് നമ്മളെടുത്ത് ഉപയോഗിക്കാൻ ഇടയായിത്തീരും. അങ്ങനെ ഞങ്ങൾ ഇവിടെ കടന്നു വന്ന സമയത്ത് 2018 ആയ സമയത്ത് എല്ലാ വർഷവും 2 മാസം ഞങ്ങൾ ഇവിടെ പ്രവർത്തനം വെക്കും. അപ്പൊ ഞങ്ങളുടെ ഇവിടെ ഈ 6 സ്റ്റേറ്റുകളിലായിട്ട് ഏകദേശം 60-70 പാസ്റ്റർമാർ നമ്മളോട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെല്ലാവരും ഒന്നും വരത്തില്ല, ഏകദേശം 10-15 പേര് അവിടെ നിന്നൊക്കെ സെലക്ട് ചെയ്തിട്ട് അവർ വരും. അതുപോലെ നാട്ടിൽ നിന്ന് ഒരു 10-15 പാസ്റ്റർമാർ വരും. അങ്ങനെ 10-30 പാസ്റ്റർമാരെ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കും, 1 മാസത്തോളം താമസിക്കും. അങ്ങനെ ഞങ്ങൾ ഗ്രാമങ്ങളിൽ പിന്നെയും കടന്നു പോകും, ടാക്സ് കൊടുക്കും, പരസ്യവും നടത്തും, ബൈബിൾ കോപ്പികളെല്ലാം കൊടുക്കും. അങ്ങനെ ആ പ്രവർത്തനം എല്ലാം ഏറ്റവും ഭംഗിയായി നടക്കുന്ന സമയം. അങ്ങനെ 2018 ആയ സമയത്ത് പക്ഷെ എനിക്ക് എന്റെ ഇളയ മോന്റെ ജനനത്തിന് ശേഷം മുതൽ എനിക്ക് ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കത്തില്ല, കാരണം തലവേദന വരുമ്പോ ബാം പെരട്ടി എപ്പോഴും എന്റെ ഇതിനകത്ത് ബാം ഉണ്ടാവും, പെരട്ടി പോകി ഞാൻ വെയിറ്റ് കുറയാൻ തുടങ്ങി. 38 കിലോ വരെ എന്റെ വെയിറ്റ് കുറഞ്ഞു. വെയിറ്റ് കുറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. എന്ത് കഴിച്ചാലും ഇപ്പോ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചാൽ പോലും അത് കഴിച്ച് തീരുന്നതിന് മുന്നമേ ഛർദ്ദിച്ചു കളയും. അങ്ങനത്തെ ഒരു അവസ്ഥ. അങ്ങനെ സംസാരിക്കുമ്പോൾ ചെറിയൊരു ക്ലിയർ ആകാത്തൊരവസ്ഥ. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അതൊന്നും നമ്മൾ കാര്യമാക്കാറില്ല, കാര്യമാക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ 2018 ആയ സമയത്ത് ഇത് വേദന കൂടാൻ തുടങ്ങി. എനിക്ക് വേദന കൂടി, തലയ്ക്കകത്ത് ഭയങ്കര വേദന വന്നു, സംസാരിക്കാൻ പറ്റത്തില്ല, ഒച്ചയിൽ നമുക്ക് പാട്ട് പാടാൻ പറ്റത്തില്ല, തലയ്ക്കകത്ത് ഇങ്ങനെ തീ കോരിടുന്ന ഒരു വേദനയാണ്. ആ സമയത്ത് ചേട്ടൻ വീട്ടിലില്ലാത്ത സമയത്ത് എനിക്കൊരു ദിവസം രാത്രി മുഴുവൻ ഉറങ്ങാൻ പറ്റിയില്ല. വേദന സഹിക്കാൻ പറ്റാത്ത വേദനയായപ്പോൾ ഞാൻ മൂത്ത മോനെയും കൊണ്ട് ഇവിടെ ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ കടന്നുപോയി. ഇവിടെ ഝാൻസിയില്, ഇവിടെ 45 കിലോമീറ്റർ അപ്പുറത്ത് ഝാൻസി സിറ്റിയിൽ ഒരു ഹോസ്പിറ്റലിൽ കടന്നുപോയി. അവിടെ എന്ന് പറയുമ്പോൾ മെഡിക്കൽ കോളേജിലെ മെയിൻ ഡോക്ടറായിരുന്നു, ന്യൂറോ സർജൻ ആയിരുന്നു അവിടെ ഇരുന്നത്. ആ ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടു. ഡോക്ടർ നിർദ്ദേശപ്രകാരം CT സ്കാൻ ചെയ്തു. CT സ്കാൻ റിസൾട്ട് ഡോക്ടർ പറഞ്ഞു ഇതിനകത്തൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്റെ സിംറ്റംസ് ഒക്കെ പറഞ്ഞപ്പോൾ അവർ ഓർത്ത് എനിക്ക് എന്തോ മെന്റൽ, ഞാൻ ഡിപ്രസ്ഡ് ആയിട്ടായിരിക്കും, എനിക്ക് മെന്റൽ ഡിപ്രഷനുള്ള സ്ലീപ്പിംഗ് പിൽസ് ഒത്തിരി തന്നു, മെന്റൽ ഡിപ്രഷനുള്ള ഗുളികയും തന്നു, അവരെന്നെ തിരികെ വിട്ടു. പക്ഷെ ഇവിടെ വന്ന് ഈ ഗുളിക കഴിച്ചാൽ ഉറങ്ങുമെന്നല്ലാതെ എന്റെ രോഗത്തിനൊരു മാറ്റവും ഇല്ല.
ഞാൻ പറയട്ടെ, ഇപ്പോഴും ഡോക്ടർമാര് എല്ലാവർക്കും, നമുക്കറിയാവുന്ന പല ഡോക്ടർമാരും ഝാൻസിയിലുണ്ട്, എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഒരു ഡിഗ്രി ഉണ്ട്. പക്ഷെ ഇപ്പോഴും ഒരു ശരിയായ രീതിയിൽ ട്രീറ്റ്മെന്റ് നടത്തുന്ന ഡോക്ടർമാർ ഝാൻസിയിൽ കുറവാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെയാണ് ഇപ്പോഴും കടന്നു. എത്രത്തോളം പേര് ശരിയായ രീതിയിൽ പഠിച്ചിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ ഡോക്ടർ എനിക്ക് മരുന്ന് തന്നു, തിരിച്ചു വന്നു, വീട്ടിൽ വന്ന് ഇത് കഴിച്ചു ഉറക്കമെന്നല്ലാതെ എന്റെ രോഗത്തിനൊരു കുറവും ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് ഡോക്ടർ ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല, മുന്നോട്ട് പോയി. വേറെ എന്തൊക്കെയോ ആയിരിക്കുമെന്ന് കരുതി. അങ്ങനെ 2018 ഒക്ടോബർ മാസമായപ്പോ ഇതേപോലെ എല്ലാ വർഷവും നടക്കുന്ന പോലെ ദേവദാസന്മാർ ഞങ്ങളുടെ വീട്ടിൽ കടന്നു വന്നു. അപ്പം ഈ 10-30 പേര് വീട്ടിലുണ്ട്. അവർ രാവിലെ 8 മണിയാകുമ്പോഴും കടന്നു പോകും. അതിന് മുമ്പ് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം, ഉച്ചയ്ക്ക് അവർക്ക് കഴിക്കാനുള്ള ലഞ്ച് ഞാൻ പാക്ക് ചെയ്ത് വണ്ടിയിൽ കൊടുത്തു വിടും. അപ്പൊ വലിയൊരു വണ്ടിയുണ്ട്, വണ്ടിക്കകത്ത് ഭക്ഷണവും ബൈബിളും എല്ലാം ആയി ഇവര് കടന്നു പോകും. അപ്പൊ ഈ വലിയ വലിയ പാത്രങ്ങളൊക്കെ ഭക്ഷണം എടുത്ത് പൊക്കുന്ന സമയത്ത് എനിക്ക് എന്റെ തലയിലെ വേദന ഏറ്റവും കൂടും, സഹിക്കാൻ പറ്റാത്ത വേദന വരും. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ ഒരിക്കലും കിടത്തി കളയല്ലേ എന്നൊരു പ്രാർത്ഥന അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. പക്ഷെ ദൈവം എന്നെ കിടത്തിയിട്ടില്ല. അങ്ങനെ വേദന സഹിക്കാൻ പറ്റാതെ ആയി തുടങ്ങി. ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുക, എന്റെ ഇടത്ത് കൈയും കാലും ബെഡിൽ നിന്ന് എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. കാല് തളർന്നു പോയി, കൈയും തളർന്നു പോയി, എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ദേവസ്വനെ വിളിച്ചു. ഉടനെ ദേവസ്വം എണ്ണ എടുത്ത് പ്രാർത്ഥിച്ചു. എന്റെ കാലിന് കുറച്ച് കഴിഞ്ഞപ്പോ ബലം വന്നു. ഞാൻ എഴുന്നേറ്റ് സാധാരണ പോലെ പണിയെല്ലാം ചെയ്തു തുടങ്ങി. എന്നാല് പോകെ പോകെ എന്റെ തലയിൽ വേദന എനിക്ക് കുറയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം സഹിക്കാൻ പറ്റാതായപ്പോ ഞാനൊരു ദിവസം ദേവസ്വനോട് പറഞ്ഞു, ഇന്ന് ചേട്ടൻ പോകണ്ട, അവരുടെ കൂടെ പോകണ്ട, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ വേദനയുടെ പെയിൻ കില്ലറും കഴിഞ്ഞു പോയി. അപ്പൊ നമുക്കത് പോയി വാങ്ങിക്കുവോ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങള് വേറൊരു ഡോക്ടറെ പോയി ഝാൻസി. അപ്പൊ ഫാസ്റ്റർമാരോട് പറഞ്ഞില്ല ഇങ്ങനെ വിഷയമുള്ള കാര്യം. അങ്ങനെ ഞങ്ങൾ വേറൊരു ഡോക്ടറെ ഝാൻസിയിൽ പോയി കണ്ടു. അവിടെ ചെന്നപ്പോ ഡോക്ടർ എന്റെ രോഗത്തിന്റെ ലക്ഷണങ്ങളെല്ലാം പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് CT സ്കാൻ ചെയ്തത്? ഇത് ഒരിക്കലും CT സ്കാൻ അല്ല ചെയ്യേണ്ടത്. ആ ഡോക്ടർ എന്താണ് അങ്ങനെ ചെയ്യിച്ചത് എനിക്ക് അറിയില്ല. നിങ്ങളോട് പോയി MRI ചെയ്യണമെന്ന് പറഞ്ഞു. എന്നെ MRI ചെയ്യാൻ വിട്ടു. MRI ഫിലിം കൊണ്ട് കൊടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, താങ്കൾ നാളെ വാ, ഇവരെ കൊണ്ടുവരണ്ട, എന്നെ കൊണ്ടുവരണ്ട, ചേട്ടനോട് ഒറ്റയ്ക്ക് നാളെ വന്ന് ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഡോക്ടർ എന്ത് തന്നെയാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് അങ്ങനെ ടെൻഷനുള്ള ആകത്തില്ല, എന്തായാലും ഞാൻ തുറന്നു പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, അപ്പൊ ഇത് ബ്രെയിൻ ട്യൂമർ ആണ്, കെർവിക്കോ മെഡുലറി എപ്പൻഡൈമോം എന്നാണ് ബ്രെയിൻ ട്യൂമറിന്റെ പേര് പറഞ്ഞത്. അതായത് ഈ മെഡുലറി ജംഗ്ഷൻ മൊത്തം ട്യൂമർ സ്പ്രെഡ് ആയി കഴിഞ്ഞു. അത് തലയുടെ മുകൾ ഭാഗം മുഴുവൻ തുടങ്ങി കഴുത്തിന് താഴെ വരെ ആ സ്പ്രെഡ് ആയി കഴിഞ്ഞു. നമ്മുടെ ഞരമ്പുകളെല്ലാം കൂടുന്ന ആ സ്ഥലത്ത് മെഡുലറി ജംഗ്ഷനിൽ, നമ്മുടെ സ്റ്റിയറിംഗ് ജംഗ്ഷൻ എന്ന് പറയും, അവിടെ ഈ ട്യൂമർ മൊത്തം സ്പ്രെഡ് ആയി കഴിഞ്ഞത് കൊണ്ട് തന്നെ ഇവർക്ക് ട്രീറ്റ്മെന്റ് ഝാൻസിയിലില്ല. ഝാൻസി ട്രീറ്റ്മെന്റ് ചെയ്തവർ ഒരിക്കലും രക്ഷപ്പെടുകയില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ഒന്നുകിൽ നിങ്ങൾ കേരളത്തിലോട്ട് പോകും, അതല്ല എങ്കിൽ ഡൽഹി എയിംസ് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ഇത് കേട്ടപ്പോ സത്യത്തിൽ കരഞ്ഞൊന്നുമില്ല, നമുക്കത് ഫീൽ ഒന്നും ചെയ്തില്ല. കാരണം നമുക്കറിയായിരുന്നു ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ തിരികെ വീട്ടിൽ വന്ന സമയത്ത് പക്ഷെ എനിക്ക് ആദ്യം മുതൽ ഞാൻ ചിന്തിച്ചു, കർത്താവെ, നമ്മളെ ഗ്രാമം തോറും ഇറങ്ങി യേശു നിങ്ങളെ വിടുവിക്കും, യേശു നിങ്ങളെ സൗഖ്യമാക്കും എന്നെല്ലാം പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് കർത്താവ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു രോഗം എനിക്ക് വന്നതെന്ന് ഞാൻ ചിന്തിച്ചു. പിറുപിറുത്തോ നിരാശപ്പെട്ടൊന്നുമല്ല. ഇനി ഞാൻ എങ്ങനെ അവരോട് നാളെ പോയി പറയും കർത്താവ് വിടുവിക്കുമെന്ന് പറഞ്ഞ് നടന്നിട്ട് എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇപ്രകാരം വന്നു എന്ന് ഞാൻ ചിന്തിച്ചു. അതുകൊണ്ട് കർത്താവ് ഒരു കാര്യം ചെയ്യണം, ഈ രോഗം ഒന്ന് എനിക്ക് മാറ്റി തന്നേക്കണേ എന്ന് ഞാൻ ചിന്തിച്ചു. പ്രാർത്ഥിച്ചില്ല കേട്ടോ. ചിന്തിച്ച സമയത്ത് കർത്താവ് പറഞ്ഞു, ഇപ്രകാരമാണ് പറഞ്ഞത്, നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവിയുകയില്ല, നീ നദികൾ കൂടി കിടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല, നീ അഗ്നിജ്വാലയിൽ കൂടി കടന്നാൽ വെന്തു പോവുകയില്ല, അത് നിന്നെ ദഹിപ്പിക്കുകയുമില്ല എന്ന വചനം കർത്താവ് എനിക്ക് തന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇത് പോയേ പറ്റത്തുള്ളൂ, ഇത് മാറ്റുവാൻ ദൈവം ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ അത് എന്നെ ചിന്തിപ്പിച്ചു, നീ നടന്ന വെള്ളത്തിൽ കൂടി നടന്നാൽ നാം തയ്യാറാകുന്നുവെങ്കിൽ കർത്താവിന്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ സാധിക്കും. പലപ്പോഴും എന്താ ചെയ്യുന്നത് അറിയോ, ഒരു പ്രശ്നം വരുമ്പോ നമ്മള് അപ്പോഴേ പറയും, കർത്താവേ ഈ കഷ്ടത മാറ്റിയേക്കണേ, ഇത് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല. കർത്താവിനൊരു ഉദ്ദേശം ഉണ്ടായിരിക്കും, ഞാനത് പിന്നീട് പറയാം. കർത്താവിന് ഓരോന്നിന്റെ പുറകിലും കർത്താവിനൊരു ഉദ്ദേശമുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും,
ആ ഉദ്ദേശം മനസ്സിലാക്കാൻ പലപ്പോഴും നമ്മൾ ശ്രമിക്കാറില്ല. ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ഉടനെ പ്രാർത്ഥിക്കും, കർത്താവ് ഇതിൽ നിന്ന് എന്നിൽ നിന്ന് രക്ഷിക്കണേ, എന്നിൽ നിന്ന് മാറ്റി തരണേ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ കർത്താവ് പറഞ്ഞു, നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഞാൻ പോകേണ്ടത് ആവശ്യമാണെങ്കിൽ ഞാൻ പോയിക്കോളാം, ഞാൻ സഹിച്ചോളാം, പക്ഷെ കരയാൻ ഇടയാക്കല്ലേ കർത്താവെ. കാരണം ഞാൻ ദൈവം വിടുവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രോഗത്തെ പ്രതി മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ കരയുവാൻ നീ എന്നെ ഇടയാക്കല്ലേ എന്ന് കർത്താവോട് പ്രാർത്ഥിച്ചു. കാരണം കർത്താവ് കുരിശ് ചുമക്കുമ്പോഴും തന്റെ പുറകെ വന്ന സ്ത്രീകളെ നോക്കി കർത്താവ് പറഞ്ഞത് എന്താണെന്നറിയാവോ? സ്ത്രീകൾ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെ നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയുവിനെന്ന് പറഞ്ഞ കർത്താവ്. ഞാൻ പറഞ്ഞു, അപ്പ അതിന്റെ ഒരംശം മനസ്സിന് ധൈര്യം എനിക്ക് തരണം, അത്രയൊന്നും വേണ്ടെങ്കിലും ഈ രോഗത്തെ പ്രതി കരയല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ, പലപ്പോഴും ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുന്ന സമയത്തൊക്കെ എന്നെ കാണാൻ വരുന്നവരെ എന്നെ കണ്ട് സങ്കടപ്പെടുമ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങൾ ഇങ്ങനെ കരഞ്ഞു, സാരമില്ല, ദൈവം വിടുവിക്കും എന്ന് പറയുമ്പോൾ അവരൊക്കെ ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് ഈ രോഗത്തിന്റെ സീരിയസ്നെസ് അറിയാൻ പാടില്ലാത്തത് കൊണ്ടായിരിക്കും ഞാൻ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത്. പക്ഷെ അതല്ല, എനിക്കറിയാം എന്റെ കരം പിടിച്ചേക്കുന്ന സർവശക്തിയായിട്ടുള്ള ദൈവമാണ്. ആ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്നൊരു വാഗ്ദത്തം എനിക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ട് എനിക്ക് പിന്നെ ബാധപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, കർത്താവെ കരയുവാൻ ഇടയാക്കല്ലേ എന്ന്. പലപ്പോഴും നമുക്കറിയാം, ലാസർ രോഗിയായി കിടന്നപ്പോൾ കർത്താവ് ചെന്നില്ല. രോഗിയായിരുന്നപ്പോൾ കർത്താവ് ചെന്ന് സൗഖ്യമാക്കിയിരുന്നുവെങ്കിൽ രോഗിയായ ലാസറിനെ ഉയർപ്പിച്ച കർത്താവ് എന്നായിരിക്കും ആളുകൾ അറിയപ്പെടുന്നത്. എന്നാൽ മരിച്ച് നാറ്റം വെച്ച് കഴിഞ്ഞ് കർത്താവ് ചെന്ന് വിടുവിച്ചപ്പോൾ അറിയപ്പെട്ടത് നാറ്റം വെച്ച അവസ്ഥയിലായിരുന്നു ലാസറിനെ ഉയർപ്പിച്ച ആ പ്രവൃത്തിയുടെ, ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സ്ഥിതി, ആ മഹത്വം തന്നെ മാറിപ്പോയി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളെ, പ്രതികൂലങ്ങളെ നമ്മൾ തരണം ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ കർത്താവിന്റെ പ്രവൃത്തിയുടെ മഹത്വവും കൂടെ വർദ്ധിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്നെ ബലപ്പെടുത്തി. അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ എനിക്ക് ബലം തരണം, കരയുവാൻ ഇടയാക്കല്ലേ എന്ന് പറഞ്ഞു. കർത്താവ് എന്നെ ബലപ്പെടുത്തി. ഞാൻ പറഞ്ഞു, ചേരോട് പറഞ്ഞു, നമുക്ക് ഈ വിഷയം ആരോടും പറയരുത്, കാരണം ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാല് അവർ ആ പ്രവർത്തനം നിർത്തി അവരവരുടെ വീടുകളിൽ പോകും. അത് 2 ആഴ്ച കൂടെ പ്രവർത്തനമുണ്ട്. അപ്പൊ എന്റെ രോഗത്തെ പ്രതി ദൈവത്തിന്റെ പ്രവൃത്തി നിന്നു പോകല്ലേ, വേറെ നിന്നു പോകല്ലേ എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, സാരമില്ല, ഇത്രയും ദിവസം എന്നെ ദൈവം നടത്തിയെങ്കിൽ ഇനിയും നടത്തും. അപ്പൊ 2 ആഴ്ചയും കൂടെ എനിക്ക് ചെയ്യാനുള്ള ബലം കർത്താവ് തരുന്നൊരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ 2 ആഴ്ചയും കൂടെ ഞാൻ ആ വേദന വെച്ചിട്ട് തന്നെ അവിടെ എല്ലാ പണികളും ചെയ്തു. ദേവദാസന്മാർക്ക് ഭക്ഷണം വെച്ചു കൊടുത്തു, അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു. അങ്ങനെ 1 മാസം കറക്റ്റ് ആ ദൈവത്തിന്റെ പ്രവർത്തനം 1 മാസം നടന്നു. അങ്ങനെ ഒക്ടോബർ അവസാനമായപ്പോൾ അവരെല്ലാം വീടുകളിൽ കടന്നുപോയി. അങ്ങനെ ഒക്ടോബർ കഴിഞ്ഞു. ഞങ്ങൾ നവംബർ ആദ്യം ഞാൻ ഡൽഹി എയിംസ് ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവര് രണ്ടാമത് എല്ലാ കാര്യങ്ങളും എന്നെ ടെസ്റ്റും കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ചു. റിപ്പോർട്ട് കിട്ടി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർ മനോജിന്റെ അടുത്ത് കടന്നു ചെന്നപ്പോൾ ഡോക്ടർ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിപ്പം സർജറി ചെയ്യണ്ട, കാരണം ഇപ്പൊ ഇവര് കുട്ടികൾക്ക് നല്ലൊരു അമ്മയായിട്ട് കൂടെയുണ്ട്, അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവരെല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നുണ്ട്. ഒരു പക്ഷെ സർജറി കഴിഞ്ഞു കഴിഞ്ഞാല് അവരൊരു പക്ഷെ കോമ സ്റ്റേജിലായി പോകും, അല്ലെങ്കിൽ അവർക്ക് പാരലൈസ് ആയി പോകുവാനോ മരിച്ചു പോകുവാനോ ഒക്കെ ഇടയുണ്ടെന്ന് പറഞ്ഞു. കാരണം ഇത് മുഴുവൻ നെർവസിലാണ് ആയിട്ടുള്ളത് സർജറി. അതുകൊണ്ട് പറഞ്ഞു, ഒരിക്കൽ പോലും ഇത് 100% ട്യൂമർ റിമൂവ് ചെയ്യാൻ പറ്റുകയില്ല. മാക്സിമം 80%, മാക്സിമം. ബാക്കി 20% അവിടെ റിമൈൻ ചെയ്യും, അത് പിന്നെ സ്പ്രെഡ് ആവും. അപ്പൊ അങ്ങനെ എല്ലാ വർഷവും റെഗുലർ ആയിട്ട് സർജറി ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അത് തന്നെ ഒരിക്കലും ഈ സർജറി 100% സക്സസ്ഫുൾ ആകത്തുമില്ല. കാരണം സെയിം കേസ് അവിടെ എയിംസ് ഹോസ്പിറ്റലിൽ 2 പേർക്ക് വേറെ ചെയ്തിട്ടുണ്ട്. ഒരാൾ അവിടെ അപ്പോഴും കിടപ്പുണ്ട് വെന്റിലേറ്ററിലായിട്ട്. വെന്റിലേറ്ററിലായിട്ട് 1.5 വർഷമായിട്ട് അയാൾ കിടപ്പുണ്ട്. വേറൊരു വ്യക്തി സെയിം അവസ്ഥയിലാണ്, പക്ഷെ അയാള് വീട്ടിലേക്ക് വെന്റിലേറ്റിംഗ് സിസ്റ്റം എല്ലാം ആയിട്ട് കടന്നു പോകുന്നൊക്കെ ഇടയായിത്തീരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു 3ാമത്തെ വ്യക്തിയായി ഞാൻ മാറും എന്നുള്ളത് കൊണ്ടാണ് ഡോക്ടർ പറഞ്ഞു ഇപ്പൊ അത് ചെയ്യണ്ട എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദന ആയതുകൊണ്ട് ചേട്ടൻ പറഞ്ഞു, സാരമില്ല ഡോക്ടർ, ഞങ്ങള് എങ്ങനെയാലും അത് അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, സർജറിക്ക് ശേഷം കുറഞ്ഞത് 3 മാസമെങ്കിലും വെന്റിലേറ്ററിൽ കിടക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിന് ഫിനാൻഷ്യലി നിങ്ങൾ അത് തയ്യാറായിട്ടിരിക്കണം എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഹോസ്പിറ്റലിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എയിംസ് ഹോസ്പിറ്റലിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് നമ്മളിപ്പോ ചെന്ന് ബുക്ക് ചെയ്തൊരു 6-7 മാസം കഴിഞ്ഞാൽ നമുക്ക് അഡ്മിഷൻ കിട്ടത്തില്ല. പക്ഷെ ദൈവം അവിടെ ഞങ്ങൾക്ക് വേണ്ടി കരുതി. ചില സഹോദരിമാരെ, ഞങ്ങളുടെ ചില സഹോദരിമാർ ഞങ്ങൾക്ക് വേണ്ടി അവരിലൂടെ പ്രവർത്തിച്ചു. നവംബർ ഞങ്ങൾ ചെന്ന ആ 2 ദിവസത്തിനുള്ളിൽ തന്നെ
എനിക്ക് എന്റെ അഡ്മിഷനും കാര്യങ്ങളെല്ലാം ശരിയായി. പക്ഷെ അവിടെ ചെന്നു അഡ്മിഷനൊക്കെ ആയി, അഡ്മിറ്റ് ആക്കി, ഡോക്ടർമാര് വരുന്നു. എന്റെ ശേഷം കിടക്കുന്ന ഒരു വാർഡിലാണ് കിടക്കുന്നത്. ഏകദേശം 12 പേരോളം കിടപ്പുണ്ട് വാർഡിനകത്ത്. അവരെല്ലാം അവരടുത്ത് വരും, അവരെ റിപ്പോർട്ട് നോക്കും, ഡോക്ടേഴ്സ് അവരെ തമ്മിൽ സംസാരിക്കും. പക്ഷെ എന്റെ അടുത്ത് വരുമ്പോ എന്റെ റിപ്പോർട്ട് നോക്കിയിട്ട് ഒന്നും മിണ്ടത്തില്ല, അവരത് അവിടെ ഇട്ടേച്ചു അടുത്ത ആളടുത്തോട്ട് പോകും. അപ്പൊ ഞാൻ ഓർത്തു സത്യത്തിൽ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇവർ നോക്കാത്തതെന്ന് ഞാൻ ചിന്തിച്ചത്. പക്ഷെ അങ്ങനെ ഒരു 2 ദിവസം കഴിഞ്ഞ് ഒരാഴ്ചയോളായിട്ടും എന്റെ മാത്രം സർജറിയെ പറ്റി പറയുന്നില്ല. ബാക്കി എല്ലാവരും, എനിക്ക് ശേഷം വന്നവരും മുൻപ് വന്നവരൊക്കെ സർജറി കഴിയുന്നു. ചിലവര് സർജറിക്ക് ശേഷം ഒന്ന് കുഴപ്പമില്ലാതെ കടന്നു പോകുന്നുണ്ട്, ചിലവര് കിടപ്പായി പോകുന്നുണ്ട്. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ഒരു 18 വയസ്സുള്ള ആൺകുട്ടിയൊക്കെ നല്ല ആക്റ്റീവായിരുന്ന ഒരു ആൺകുട്ടി സർജറിക്ക് ശേഷം പിന്നെ മിണ്ടി ഇതുപോലും ഇല്ല, അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ എനിക്ക് മാത്രം എന്റെ വിഷയം മാത്രം ഒന്നും സംസാരിക്കാതെ ആയപ്പോൾ ഞാൻ എന്റെ ഹസ്ബൻഡ് പോയി ഡോക്ടറോട് സംസാരിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇവന്റെ നോർമൽ കേസ് അല്ല, ഇത് റെയർ കേസ് ആയതുകൊണ്ട് മറ്റുള്ളവർക്കൊക്കെ അവര് വർക്ക്ഷോപ്പ് എന്ന് പറയാം, അവര് ഡോക്ടേഴ്സ് വർക്ക്ഷോപ്പിലെ സർജറി ചെയ്യുന്ന പറഞ്ഞു. കാരണം ജൂനിയർ ഡോക്ടേഴ്സ് എല്ലാം കൂടി അവര് സർജറി ചെയ്യാറുണ്ട്, എന്നാൽ ഇവരെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു ഫുൾ ഡേ സർജറിക്ക് വേണ്ടി ആവശ്യമാണ്, അത് മെയിൻ ഡോക്ടർ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ഡേറ്റ് ഫിക്സ് ചെയ്തു, നവംബർ 17 അവർ ഡേറ്റ് ഫിക്സ് ചെയ്തു. അങ്ങനെ അപ്പൊ അതിനുശേഷം ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെല്ലാം ഇവരെ കൊണ്ടുവന്ന് കാണിച്ചേക്കെന്ന് പറഞ്ഞു. കാരണം അവർക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു ഞാൻ രക്ഷപ്പെടുമെന്നുള്ളത്. കാരണം അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു എന്റെ ഇത് പോയിക്കൊണ്ടിരുന്നത് വെച്ചത്. അപ്പൊ ഒരു ദിവസം ഡോക്ടർ വന്നിട്ട് ഇങ്ങനെ എല്ലാവരും കേൾക്കുകയാണ് പറയുന്നത് ഇവര് രക്ഷപ്പെടാൻ സാധ്യതയില്ല. അവിടെ എയിംസ് ഹോസ്പിറ്റലിൽ അങ്ങനെ മറച്ചൊന്നും വെച്ച് പറയില്ല, എല്ലാവരും കേൾക്കില്ല, എല്ലാം തുറന്നു പറയും. ഇവര് രക്ഷപ്പെടാൻ സാധ്യതയില്ല, രക്ഷപ്പെട്ട തന്നെ വെല്ലറ്റിൽ കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ കോമ സ്റ്റേജിലായി പോകും, അല്ലെങ്കിൽ തളർന്നു പോകും, ഇതൊക്കെ അവർ ഓപ്പൺ ആയിട്ട് പറയുന്നത്. അപ്പൊ ഈ വാർഡിൽ കിടക്കുന്ന എല്ലാവരും കേൾക്കുന്നുണ്ട് ഈ ഡോക്ടർമാരെ എന്റെ കണ്ടീഷനെ പറ്റി പറയുന്നത്. പക്ഷെ ഇതെല്ലാം കേട്ടിട്ടും ഞാൻ സന്തോഷമായിട്ട്, ഞാൻ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത്. ഡോക്ടർ പോയി കഴിയുമ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്ത് പോകും, സംസാരിക്കും, അവരോട് പറയും ദൈവമുണ്ട്, ദൈവം വിടുവിക്കും, ദൈവം നിങ്ങളെ സഹായിക്കും എന്നൊക്കെ ഞാൻ പറയും. അപ്പൊ അവരും ചിന്തിച്ചു കാണും ഒരു പക്ഷെ എനിക്ക് മെന്റൽ എന്തെങ്കിലും ഉണ്ടാകുന്നത്. കാരണം ഇത്രയും ഒരു അവസ്ഥ, രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല എന്ന് പറയുന്ന ഞാനാണ് പറയുന്നത് ദൈവം നിങ്ങളെ സഹായിക്കും, ദൈവം നിങ്ങളെ വിടുവിക്കും. ഞാൻ എല്ലാവരോടും പോയി പറയുമായിരുന്നു. പക്ഷെ ആരും എന്റെ വാക്ക് കേട്ടില്ല കേട്ടോ. കാരണം അവർ കേൾക്കാൻ സാധ്യതയില്ല, കാരണം ഞാൻ മരിക്കാൻ നിൽക്കുന്ന ഞാനാണ് പറയുന്നത് ദൈവം വിടുവിക്കും എന്നുള്ളത്. അപ്പൊ ആ സമയത്ത് ആ വാർഡിൽ നിന്ന് ആരെയും കേട്ടത്തില്ല, കാരണം അങ്ങനത്തെ വാർഡായതുകൊണ്ട് ആർക്കും അലൗഡ് അല്ല പുറത്തുനിന്നധികം ആൾക്കാർക്ക്. പക്ഷെ എന്റെ ശരിക്കും പറഞ്ഞാൽ എന്നെ മരിക്കാൻ പോകുന്ന ഒരു വ്യക്തിയെ കൂട്ടിയത് കൊണ്ടായിരിക്കണം എന്നെ വന്ന് എല്ലാവർക്കും കാണാനുള്ള പെർമിഷൻ ഡോക്ടർ തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചർച്ചിലെ മിക്ക വിശ്വാസികളും കടന്നു വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ എനിക്ക് വേണ്ടി ഇവരൊക്കെ പ്രാർത്ഥിക്കുന്ന എല്ലാവരും കാണുന്നുണ്ട്. അപ്പൊ എന്നെ കാണാൻ വരുമ്പോ നമ്മുടെ സഹോദരിമാരാണല്ലോ, എന്ത് ചെയ്യും, ട്രാക്ടൊക്കെ അപ്പുറത്തേക്ക് ഒന്ന് കൊടുത്തേച്ച് പോകും. അങ്ങനെ കൊടുക്കുമ്പോൾ അവരത് വാങ്ങുമെങ്കിലും ഇത് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, ചുരുട്ടി കൂട്ടി ഡസ്റ്റ്ബിന്നിലിടും. അത് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം അവര് പറയും ഇവർക്ക് ഇങ്ങനെയൊക്കെ പറയാം, എന്ത് ദൈവം സൗഖ്യമാക്കുന്നൊക്കെ അവർക്ക് പറയാം, കാരണം അവർക്ക് രോഗമില്ലല്ലോ, ഞങ്ങൾക്കല്ലേ രോഗം എന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഞാൻ പറയും ദൈവം നിങ്ങളെ സഹായിക്കോട്ടോ എന്നൊക്കെ പറയെങ്കിലും അവർ എന്റെ വാക്ക് അന്ന് കേട്ടില്ല. അങ്ങനെ നവംബർ 17 ഡേറ്റ് ഫിക്സ് ചെയ്തു. 16 രാത്രിയായപ്പോ ഡോക്ടർ വന്നിട്ട് എന്നെ വിളിച്ചു, ഞാൻ കിടക്കുക. അപ്പൊ ഡോക്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹം ഉണ്ടോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല ഡോക്ടറെ. പറഞ്ഞു അങ്ങനെ ആഗ്രഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് വാങ്ങിച്ച് കഴിച്ചേക്കെന്ന് പറഞ്ഞു. കാരണം നാളെ സർജറിക്ക് ശേഷം എനിക്കൊരു സുബോധത്തിന്റെ അവസ്ഥ എനിക്ക് ഉണ്ടാകില്ല എന്ന് അവർക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ നവംബർ 17 രാവിലെ 8 മണിക്ക് സർജറിക്ക് കൊണ്ടുപോയി. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ചേട്ടൻ എന്നെ തിയേറ്ററിന്റെ അവിടെ വരെ കൊണ്ടുപോയി. ലാസ്റ്റ് കൈ ഇങ്ങനെ വിട്ട് നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്ന സമയമുണ്ട്. അപ്പൊ ഞാൻ അന്ന് ഓർത്തു മനുഷ്യന്മാരൊക്കെ നമ്മൾ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ, ഇപ്പൊ എന്റെ ഹസ്ബൻഡിന് സ്നേഹമില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, എത്ര സ്നേഹം ഉണ്ടായാലും അവരുടെ സ്നേഹത്തിനൊക്കെ ഒരു പരിധികൾ ഉണ്ട്. അതിനപ്പുറത്തോട്ട് ഇപ്പൊ എത്ര സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ തിയേറ്ററിനകത്തോട്ട് കടന്നു വരാൻ നമുക്ക് കഴിയില്ല. എന്നാൽ അവിടെയും എന്നെ കൈവിടാതെ എന്നോട് കൂടെ ഇരുന്നൊരു കർത്താവിന്റെ കരം ഞാൻ അനുഭവിച്ചറിഞ്ഞു. ഹല്ലേലൂയ. ആ തിയേറ്ററിനകത്ത് കിടക്കുമ്പോ എല്ലാവരും ടെൻഷൻ കൊണ്ട് വിഷമിച്ചിരിക്കുക. ചിലർക്കൊക്കെ BP ഒക്കെ ഹൈ BP ആയി അവരെ സർജറി ചെയ്യാൻ തിരിച്ചു കൊണ്ടുപോയി. എന്നാൽ അവിടെയും ഞാൻ ദൈവത്തിന്റെ കരം അനുഭവിച്ചറിഞ്ഞു. ആ ദൈവത്തിന്റെ ആ സമാധാനം. നോർമലി ഞാൻ ചെറിയൊരു വിഷയം വന്ന് ഒത്തിരി ടെൻഷൻ അടിക്കുന്ന ഒരാളാണ്. പക്ഷെ അന്ന് ഞാൻ ടെൻഷനേ അറിഞ്ഞില്ല. കാരണം ഞാൻ
കവിയുന്ന സകല ബുദ്ധി, ഞാനത് പറഞ്ഞത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം, നമ്മുടെ ബുദ്ധിക്കൊക്കെ അപ്പുറമായി നമ്മെ സമാധാനിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ അവിടെ അനുഭവിച്ചറിഞ്ഞു. അങ്ങനെ സർജറി തുടങ്ങി രാവിലെ 8 മണി മുതൽ വൈകുന്നേരം എനിക്ക് 6 മണി വരെ സർജറി ഇല്ല, ഏകദേശം ഒരു 10ഓളം മണിക്കൂറോളം അതിന് സർജറി ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞു. അതിനിടയ്ക്ക് അതിന് മുമ്പേ പേയ്മെന്റ് ഒക്കെ ചെയ്തായിരുന്നു. അന്ന് രാവിലെയും കൂടി അവർ 1,00,000 ബില്ല് ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇതും കൂടി കൊണ്ട് അടയ്ക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അടയ്ക്കാൻ വേണ്ടി നമ്മുടെ ബില്ല് പേ ചെയ്യുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ എന്റെ സർജറി ചെയ്യുന്ന മെയിൻ ഡോക്ടർ ആശിഷ് സൂര്യ എന്ന അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം അവിടെ ഇരിപ്പുണ്ട്, കൗണ്ടറിൽ ഇരിപ്പുണ്ട്. ബില്ല് പേ ചെയ്യുന്നവർ അടുത്തിരിപ്പുണ്ട്. അപ്പൊ ചേട്ടനെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി എന്റെ കൂടെയുള്ള ആളെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ ബില്ല് വാങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ ഫീ അതിൽ നിന്ന് കട്ടാക്കിയിട്ട് ബാക്കി പേയ്മെന്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം ചിന്തിച്ച് ഒരിക്കലും ഞാൻ രക്ഷപ്പെടത്തില്ല, അപ്പൊ ഈ പേയ്മെന്റ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് അദ്ദേഹം ചിന്തിച്ചു കാണും, ഒന്നൊന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ഫീ അതിൽ നിന്ന് കട്ടാക്കിയിട്ട് പറഞ്ഞു, ഇത് അത്രയും അടയ്ക്കണ്ട, നിങ്ങൾ ബാക്കി ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അവിടെയും ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. അങ്ങനെ സർജറി തുടങ്ങി 6 മണിക്കായപ്പോ കഴിഞ്ഞു. അപ്പൊ അവർ പറഞ്ഞ പോലെ തന്നെ വെന്റിലേറ്ററിലോട്ട് എന്നെ മാറ്റി, വെന്റിലേറ്റർ ഇട്ടു, വായിക്കോട് അതിന്റെ എല്ലാം ചെയ്തു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഏകദേശം 3 മാസം എങ്കിലും ഈ രീതി തുടരേണ്ടി വരും, കാരണം അതിന് മുമ്പ് റിക്കവർ ആകത്തില്ല. ആ 3 മാസം കൊണ്ട് ഓക്കെ ആയാൽ കൊള്ളാം, അതല്ല എങ്കിൽ പിന്നെ ഇവിടെ ഒരു തുളയിട്ടേച്ച് ഹോൾ ഇട്ടേച്ച് അദ്ദേഹത്തോട് വെന്റിലേറ്റർ ജീവിതാവസാനം വരെ ഇടേണ്ടി വരുമെന്ന് പറഞ്ഞു. പക്ഷെ ഒത്തിരി ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അറിയുന്നവരെല്ലാം ഇങ്ങനെ അവര് ഓരോ ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്തുകൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അതിനുശേഷം അവർ MRI ചെയ്യാൻ കൊണ്ടുപോയി. ആ സെയിം അന്ന് തന്നെ ചെയ്തപ്പോഴാണ് അറിഞ്ഞത് 80% എബവ് നീക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ട്യൂമർ 100% അവിടെ നിന്ന് നീങ്ങിപ്പോയിരിക്കുന്നു എന്ന് പറയാൻ തക്കോണം ഇടയെത്തിയിരുന്നു. ഞാൻ പറയട്ടെ, മനുഷ്യർ പറയും നടക്കത്തില്ല, അസാധ്യമെന്ന് പറയുമ്പോൾ തന്നെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. ആ ദൈവം നമ്മളെ കൈവിടുകയില്ല. അവിടെ 100% റിമൂവ് ആയി എന്ന് പറയാൻ തക്കോടയായിത്തീരുന്നു. അങ്ങനെ വെന്റിലേറ്ററിൽ കിടന്നു. ഇന്ന് ഞാൻ പറയട്ടെ, 3 മാസം എന്ന് പറഞ്ഞിട്ട് ഞാൻ 3-ാമത്തെ ദിവസം വെന്റിലേറ്ററിൽ നിന്ന് പുറത്തു വന്നു. ഒരാഴ്ചക്കുള്ളിൽ ഞാൻ അവിടെ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അത് കണ്ടുകൊണ്ട് ആ ഡോക്ടർ വന്നിട്ട് ആ ഡോക്ടർ പറയുമായിരുന്നു, ഈ ലേഡി റിക്കവർ ആയത് ഇവരുടെ മെഡിറ്റേഷൻ കൊണ്ടും പ്രയർ കൊണ്ടുമാണ്. ആ സർജറി ചെയ്ത മെയിൻ ഡോക്ടർ പറയുക, ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല ഇവരെ രക്ഷപ്പെട്ടത് ഇവരുടെ മെഡിറ്റേഷൻ കൊണ്ടും ഇവരുടെ പ്രയർ കൊണ്ടും. നോക്കണേ, ദൈവം, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമേ ചോദിച്ചല്ലോ, ദൈവം എനിക്ക് എന്തിന് ഈ രോഗം തന്നു, ഞാൻ ദൈവം സൗഖ്യമാക്കുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്തുകൊണ്ട് ഈ രോഗം വന്നത് ഞാൻ കർത്താവിനോട് ചോദിച്ചായിരുന്നു. അന്ന് എനിക്ക് മനസ്സിലായി, എനിക്ക് ആ രോഗം തന്നത് എന്നിലൂടെ കർത്താവ് പ്രവർത്തിക്കുന്നത് കണ്ടിട്ട് അവരിലൂടെ ദൈവത്തിന്റെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു. ആ ഡോക്ടർ പറഞ്ഞു ഇവരുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇവർ രക്ഷപ്പെട്ടതെന്ന്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് മെയിൻ ICUവിൽ നിന്ന് സാധാരണ ICUലോട്ട് എന്നെ കൊണ്ടുവന്നു. അവിടെ 2 ദിവസത്തിനുള്ളിൽ വാർഡിലോട്ട് മാറ്റി. ആ വാർഡിലോട്ട് ഞാൻ ഒരു കുഴപ്പവുമില്ലാതെ വരുന്നത് കണ്ടപ്പോൾ എന്റെ കൂടെയുള്ളവർക്ക് മനസ്സിലായി, ഇവര് പറഞ്ഞതിന് കാര്യമുണ്ട്, ദൈവം നിങ്ങളെ സഹായിക്കും, ദൈവം നിങ്ങളെ വിടുവിക്കുമെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ ആയിരുന്നില്ല എന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി. അതിനുശേഷം ഞാൻ ബെഡിൽ കിടക്കുക, എനിക്ക് നടക്കാനൊന്നും പറ്റത്തില്ല. ബെഡിൽ കിടക്കുന്ന സമയത്ത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, 1-2 പേരെ സർജറിക്ക് മുമ്പ് സർജറി ചെയ്യാൻ കൊണ്ടുപോകുന്ന ആളെ ആ ചെയറിലെത്തി എന്റെ അടുത്ത് കൊണ്ടുവന്ന് പറഞ്ഞു, ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ, നിങ്ങളെ വിടുവിച്ച് ദൈവം ഞങ്ങളെയും വിടുവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാമോ. ഞാൻ ആ ബെഡിൽ കിടന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോ ഞാനൊരു കാര്യം ചെയ്തു, ഞാൻ കണ്ടതാണ് ഇവര് ട്രാക്ട് ചുരുട്ടി എറിയുന്നത്. അപ്പൊ ഞാൻ ചേട്ടനോട്, ചേട്ടാ ഇപ്പൊ ഞാൻ ട്രാക്ട് കൊടുത്ത് അവര് വായിക്കും, അവര് കേൾക്കും, ഇപ്പൊ എന്റെ വാക്ക് അവര് കേൾക്കുന്നുണ്ട്. കാരണം അന്ന് അവര് പറഞ്ഞു ട്രാക്ടർ കൊടുത്തവർക്ക് രോഗമില്ലല്ലോ, അതുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത്. ഇന്ന് ഞാൻ പറയുമ്പോൾ അവർ കേൾക്കും, കാരണം രോഗത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുകയില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതി, ഞാൻ ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വന്നിട്ട് പറയാം ദൈവം നിങ്ങളെ വിടുവിക്കും എന്ന് പറയുമ്പോൾ അത് അവർ കേൾക്കും. അന്ന് എനിക്ക് മനസ്സിലായി എന്തിനാണ് ദൈവം എനിക്ക് ആ രോഗം വെച്ചതെന്ന്. കാരണം വേറെ ആര് പറഞ്ഞാലും അവർ കേൾക്കുകയില്ല, കാരണം അവർക്ക് ആർക്കും രോഗമില്ല. എന്നാൽ ഇന്ന് ഞാൻ പറയുന്ന രോഗം എന്നെ വിടുവിച്ച ഒരു സാക്ഷ്യമായിട്ട് ഞാൻ നിൽക്കുമ്പോൾ അവരെന്റെ വാക്ക് കേൾക്കും. ചേട്ടനോട് തന്നെ ഇവിടെ വന്നു, ബൈബിളും ട്രാക്റ്റും എല്ലാം കൊണ്ടുവന്നു. ആ വാർഡിലുള്ളവർക്കെല്ലാം ഞാൻ കൊടുത്തു. ദൈവം, ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ലൈറ്റൊക്കെ 10 മണി ഒക്കെ 10-11 ലൈറ്റ് ഓഫ് ആക്കും. അത് കഴിയുമ്പോൾ ഫോണിന്റെ വെട്ടത്തില് ചില സഹോദരിമാര് ആ ബൈബിൾ വായിച്ച് കരയുന്നത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ദൈവമക്കളെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ
സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് അറിയുന്നു. നമ്മൾ അറിയണം, നമ്മുടെ ജീവിതത്തിൽ എന്ത് വന്നാലും അത് നന്മയ്ക്കാക്കി മാറ്റുവാൻ കഴിവുള്ള ഒരു കർത്താവിനെയാണ് നാം ആശ്രയിക്കുന്നത്. അത് വിശ്വസിച്ചാൽ മാത്രമേ ആ പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഡോക്ടർ പറഞ്ഞു അതൊക്കെ ഓക്കെ ആണെങ്കിലും ഒരു 2 വർഷം, കുറഞ്ഞത് 1.5 വർഷമെങ്കിലും എടുക്കും ഞാൻ നോർമൽ സ്റ്റേജിലോട്ട് വരാൻ വേണ്ടിയിട്ട്. കാരണം എപ്പോഴും ആൾ എൻ്റെ അടുത്ത് വേണം, ഇൻഫെക്ഷൻ ആയി പോകും എന്നൊക്കെ പറഞ്ഞു. ശരിയാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ദൈവം അവിടെ എന്നോട് കൂടെ ഇരുന്നു. അങ്ങനെ അവർ സ്റ്റിച്ചൊക്കെ ക്ലിയർ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ദിവസം ഡിസ്ചാർജ് ചെയ്യുന്ന അന്ന് നോക്കിയപ്പോഴാണ് എൻ്റെ തലയുടെ ഈ മോൾ ഭാഗം മുതൽ താഴ്ത്ത് വരെയും വീർത്തിരിക്കുക. അത് പഴുത്ത മൊത്തം വീർത്തിരിക്കുക. അത് കണ്ട പേടിയായിപ്പോ. അത് കണ്ട് നോക്കിയപ്പോ വലിയ സിറിഞ്ചോളം 2 സിറിഞ്ചോളം പഴുപ്പ് അവരെ നിന്ന് കുത്തിയെടുത്തു. അതങ്ങനെ പിന്നെ ഇൻഫെക്ഷൻ ആയി മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ അവര് സർജറി കഴിഞ്ഞ് പിന്നെ അവിടെ നമുക്ക് അഡ്മിഷൻ ഇല്ല, അവിടെ നിന്ന് ഡിസ്ചാർജ് ആയി പോകണമെന്ന്. അങ്ങനെ ആ കണ്ടീഷനിലാണ് എന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് ആക്കി വിടുന്നത്. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവം ആ മുറിവുകളെല്ലാം ഒരു ഇൻഫെക്ഷൻ പോലും ആകാതെ ദൈവം എത്രയും പെട്ടെന്ന് എന്നെ ഉണക്കി തന്നു. ഞാൻ അടുത്ത അവിടെ ചെക്കപ്പിന് വേണ്ടി ചെന്ന സമയത്ത് എൻ്റെ ഒപ്പം സർജറി കഴിഞ്ഞൊരു ലേഡി ഇത് സെയിം കണ്ടീഷനിൽ അവർ തല മുഴുവൻ പഴുത്ത് മുഖം എല്ലാം വികൃതമായി ഒരു വല്ലാത്ത അവസ്ഥയിൽ കണ്ടപ്പോൾ ഞാൻ ഓർത്തു, കർത്താവേ, ഞാൻ ഇത് അവസ്ഥയിലാകുമായിരുന്നു. പക്ഷെ എൻ്റെ കർത്താവ് അവസ്ഥയിലേക്ക് വിടാതെ എന്നെ സൗഖ്യമാക്കിയ കർത്താവിന്റെ കരുതൽ പലപ്പോഴും നമ്മൾ അറിയുന്ന മറ്റുള്ളവരിലൂടെയാണ് കർത്താവ് നമുക്ക് നടത്തിയ കരുതൽ അറിയുന്നത്. അങ്ങനെ അതിനുശേഷം വാർഡിൽ വന്നു. പക്ഷെ ഒരു ആഴ്ചക്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്റെ ലങ്സിൽ ഫ്ലൂയിഡ് നിറഞ്ഞു. എന്റെ കഴുത്തിലൊരു ട്യൂബിൽ കൂടെയായിരുന്നു മെഡിസിൻ എല്ലാം എടുത്തുകൊണ്ടിരുന്ന വെച്ചത്. അത് ഊരിയത് കൊണ്ടായിരിക്കും ഒരു പക്ഷെ അറിയില്ല. ലങ്സിൽ ഫ്ലൂയിഡ് നിറഞ്ഞു. എന്റെ കണ്ടീഷൻ വളരെ മോശമായി. അതുവരെ ഞാൻ വളരെ ആക്റ്റീവായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ ചെറിയ വേദനകളൊക്കെ ഉണ്ടെന്നല്ലാതെ വേറൊരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോ എന്റെ സ്ഥിതി ആകെ മോശമായി. എന്റെ കൈ വിറയ്ക്കാൻ തുടങ്ങി, സംസാരിക്കാൻ പറ്റില്ല, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. ഡോക്ടർ ആകെ ടെൻഷനിലായിപ്പോയി, എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അപ്പൊ എക്സ്റേ ചെയ്തപ്പോഴാണ് 80% ഫ്ലൂയിഡ് എന്റെ ലങ്സിൽ നിറഞ്ഞിരിക്കുക. അപ്പൊ ഡോക്ടർ അത് ഇഞ്ചക്ട് ചെയ്ത് കളയേണ്ടി വരും, അല്ലാതെ അത് പോകത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് ദിവസം എക്സ്റേ ചെയ്തു, അപ്പൊ 80% ഉണ്ട്, അവിടെ ഉണ്ട്. സെക്കൻഡ് ദിവസം ചെയ്തു, സെയിം കണ്ടീഷൻ തന്നെയാ. 3-ാം ദിവസം ഡോക്ടർ, അപ്പൊ ലങ്സിന്റെ ഡോക്ടർ വന്ന് എന്നെ വാർഡിൽ വന്ന് കണ്ടു. അവർ പറഞ്ഞു നമുക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യാം ഇഞ്ചക്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. ശരി, ഓപ്പറേഷൻ ആണ്, അത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു നാളെ നമുക്ക് എക്സ്റേ ചെയ്തിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞു. അന്നും ദൈവത്തിനൊരു പ്രത്യാശയുണ്ട് ഡോക്ടർ, കാരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കുന്നതൊന്നും ഡോക്ടർമാര് പറഞ്ഞതുപോലെ അല്ലല്ലോ. അതുകൊണ്ട് തന്നെ അപ്പോഴും പ്രാർത്ഥിക്കാൻ വിഷയം ഇട്ടു. ഇന്ന് ഞങ്ങളുടെ ബലം എന്ന് പറഞ്ഞ ആ പ്രാർത്ഥനയാണ്. ഒത്തിരി സഹോദരങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങൾ നിർത്തിയിരിക്കുന്നത്. അതുപോലെ ദൈവമക്കൾ പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം സർജറിക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടെ പോയി എക്സ്റേ എടുത്തിട്ട് വാ, നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അവിടെ പോയി എക്സ്റേ ചെയ്തപ്പോ 80% എന്ന് പറഞ്ഞാൽ അതിൽ 60% എവിടെ പോയെന്ന് അറിയാൻ പാടില്ല. ഫ്ലൂയിഡ് എവിടെ പോയെന്ന് അറിയില്ല. ബാക്കി അല്പം ഒരു 10-20% മാത്രം ഫ്ലൂയിഡ് അവിടെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനി അത് ഇഞ്ചക്ട് ചെയ്ത് കളയണ്ട, അത് ഓട്ടോമാറ്റിക്കലി പോയിക്കോളും, മെഡിസിൻ കൊണ്ട് പോയിക്കോളും എന്ന് പറഞ്ഞു. ദൈവമക്കളെ, നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഉണ്ടല്ലോ കർത്താവ് അറിയും. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ മുമ്പേ നമുക്ക് വേണ്ടി സൗഖ്യമാക്കുന്ന ഒരു കർത്താവിന്റെ കാര്യം പലപ്പോഴും നീട്ടി നമ്മൾ മനസ്സിലാക്കാറില്ല. കർത്താവ് നമ്മളെ സഹായിക്കും. തന്നെ ലേഖാകശുദ്ധന്മാരായിരിക്കുന്നവർക്ക് താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടത് യഹോവയുടെ കണ്ണ് ഭൂമിയിൽ എല്ലാവരും ഊടാടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ആ കർത്താവിന്റെ കരുതലോ കർത്താവിന്റെ സ്നേഹമോ തിരിച്ചറിയാതെ പലപ്പോഴും പോകുന്നു. അവിടെയും കർത്താവിന്റെ കരുതൽ ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ കരുതൽ കണ്ടു, ദൈവത്തിന് വിടുവിക്കുന്ന കരം കണ്ടു, ദൈവത്തിന് സൗഖ്യമാക്കുന്ന കരം കണ്ടു. അതിനുശേഷം ഡോക്ടർ ബയോപ്സിക്ക് റിസൾട്ട് കൊടുത്തു. ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പോൾ ലാബിൽ ഇൻഡെക്സ് ഹൈ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ലാബിൽ ഇൻഡെക്സ് ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത സമയങ്ങളിൽ തന്നെ ട്യൂമർ വീണ്ടും വരാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഒരു 6 മാസത്തിനുള്ളിൽ വീണ്ടും ട്യൂമർ വരുമെന്ന് പറഞ്ഞു. 6 മാസത്തിനുള്ളിൽ വീണ്ടും അത് MRI ചെയ്യണമെന്ന് പറഞ്ഞു. ഇന്നിപ്പോ ഈ കഴിഞ്ഞ ദിവസം സൺഡേക്ക് 6 വർഷമായി ഇന്ന് വരെയും അത് വരാതെ വണ്ണം കർത്താവ് കാത്തു. ഹല്ലേലൂയ. മക്കളെ, ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. അതിന് മാത്രമല്ല, അത് കഴിഞ്ഞ് എനിക്ക് നടക്കാൻ അറിയത്തില്ലായിരുന്നു. കുഞ്ഞുങ്ങളെ പോലെ ആയിപ്പോയി. കാരണം കുഞ്ഞുങ്ങളെ കൈ പിടിച്ച് നടത്തുന്ന പോലെ ഒരാൾ നടത്തിയാൽ ഞാൻ നടക്കും, അല്ലാതെ എനിക്ക് നടക്കാൻ അറിയത്തില്ല. പക്ഷെ ഏട്ടൻ എപ്പോഴും കുഞ്ഞുങ്ങൾ നടത്തുന്ന പോലെ കൈ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒപ്പം നടക്കുന്നല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റില്ല. പക്ഷെ അപ്പൊ ഡോക്ടർ പറഞ്ഞത് ഒരു 1.5 വർഷം എടുക്കും ഞാൻ നോർമലി സ്റ്റേജിലോട്ട് വരാനായിട്ടെന്ന് പറഞ്ഞു. പക്ഷെ 1.5 മാസം ആകുന്നതിന് മുന്നമേ ഞാൻ ഗ്രാമങ്ങൾ തോറും കടന്നുപോയി കർത്താവ് എന്നെ വിടുവിച്ച് സാക്ഷ്യം അറിയാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അതെ ദൈവമക്കളെ, മനുഷ്യർക്ക് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന്
അസാധ്യം ഒന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, രോഗം വന്നപ്പോ ഞാൻ ചിന്തിച്ചു എനിക്ക് എന്തുകൊണ്ട് ഈ രോഗം വന്നു എന്ന് പറഞ്ഞതിന് മറുപടി എനിക്ക് കിട്ടിയത് ആ വാർഡിൽ കിടക്കുമ്പോഴായിരുന്നു. കാരണം കേൾക്കുവാൻ, ആ രോഗാവസ്ഥയിലായിരിക്കുന്നവരോട് സുവിശേഷം അറിയിക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ആ വിശ്വാസിയുടെ ഡോക്ടറെ കൊണ്ട് കർത്താവിന്റെ നാമം മഹത്വം ഒഴിപ്പിക്കുവാൻ തക്കവണ്ണമാണ് കർത്താവ് ആ രോഗത്തിന്റെ അവസ്ഥയിലൂടെ എന്നെ കടത്തി വിട്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കർത്താവ് പറയുന്നു, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ വാസ്തവമായി അറിഞ്ഞു കർത്താവിന്റെ കൂടെ ഇരുന്ന് പ്രവർത്തിച്ച കാര്യങ്ങൾ കർത്താവ് ദൈവമായ അനുഭവിച്ചറിയാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതുകൊണ്ട് നമുക്ക് ഇപ്രകാരം അറിയാം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 10-ാം വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്: നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കുകയും ഞാൻ ആകുന്നുവെന്ന് ഗ്രഹിക്കുകയും ചെയ്യാതെ നിങ്ങൾ എന്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ദാസനും ആകുന്നു എന്ന് വചനം പറയുന്നു. അതെ ദൈവമക്കളെ, നമ്മളെ കർത്താവ് സാക്ഷികളാക്കി വെച്ചിരിക്കുക. കർത്താവിന്റെ നാമം അറിയിക്കുവാൻ, കർത്താവിന്റെ സൗഖ്യമാക്കുന്ന, കർത്താവിന്റെ ശക്തിയെ വെളിപ്പെടുത്തുവാൻ കർത്താവ് സാക്ഷ്യമാക്കി വെച്ചിരിക്കുമ്പോൾ അത് ശരിയാകുമ്പോൾ നമ്മൾ ആയിരിക്കുന്നു എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതിനുശേഷം എനിക്ക് ഒരു 10 മണിക്കൂറത്തെ സർജറി ഉണ്ടായിരുന്നു. ഏകദേശം 8 മണി തൊട്ട് ഒരു 6 മണി വരെ. അപ്പൊ ഹൈ ഡോസിലാണ് അവര് അനസ്തേഷ്യ തന്നത്. അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് എനിക്ക് ഫാറ്റി ലിവർ വന്നു. അത് 2nd സ്റ്റേജ് കഴിഞ്ഞു, 3rd സ്റ്റേജ് വന്നു. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വന്നു. എന്റെ വയറൊക്കെ വീർത്തു, വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കടന്നു വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ബുദ്ധിമുട്ടാണ് ഇനി എന്ന് പറഞ്ഞു. അനസ്തേഷ്യ എഫക്റ്റ് ഒക്കെ മാറിയാൽ അത് മാറത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കർത്താവ് ഇത്രയും നീ എന്നെ വിടുവിച്ചിട്ടും ഇനി ഒരു രോഗത്തിന്റെ അവസ്ഥയിലേക്ക് എന്നെ വിടരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ ദൈവം എന്നോട് പറഞ്ഞു, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. ആ വാക്യം കേട്ടപ്പോ കർത്താവിന് നാം പറ്റിച്ചേർന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ദൈവം എന്നെ വിടുവിക്കുന്നതാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ 7 ദിവസത്തിൽ കൂടെ ഒരിക്കലും ഉപവസിച്ചിട്ടില്ല. മാക്സിമം 7 ദിവസമൊക്കെ ഫുള്ളായിട്ട് ഉപവസിക്കാൻ പറ്റിയിട്ടുണ്ട്, അതിൽ കൂടെ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ ഈ വാക്യം കേട്ടപ്പോ ഞാൻ അന്ന് തീരുമാനിച്ചു, ഒരു 40 ദിവസമൊക്കെ ഉപവസിക്കുന്ന ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെ കൂടെ ഒരിക്കലും പറ്റുകയല്ല. പക്ഷെ പറ്റാവുന്ന ദിവസത്തിൽ ഉപവസിക്കാന്ന് ഓർത്തു. അങ്ങനെ 7 ദിവസം കഴിഞ്ഞു, 21 ദിവസം കഴിഞ്ഞു, 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം എന്നെ ബലപ്പെടുത്തി. എന്റെ കഴിവായിരുന്നില്ല കേട്ടോ. കാരണം എനിക്ക് ഒരു 7 ദിവസം കൂടി ഞാൻ ഇരുന്നിട്ടേ ഇല്ല. പക്ഷെ ദൈവം 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതിനുശേഷം ഡോക്ടറെ അടുത്ത് പോയപ്പോ ചെക്കപ്പ് ചെയ്തപ്പോ എന്റെ ഫാറ്റി ലിവർ അവിടെ ഇല്ല, അത് നോർമൽ സ്റ്റേജിലോട്ട് മാറി എന്നറിയാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിളിക്കും. പല ലോകത്തിന്റെ അവസ്ഥ കൊണ്ടുണ്ടായിരുന്നു. നീരയ്ക്കും എനിക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ഡോക്ടർ എന്നോട് പറഞ്ഞു, ലോങ് ഡ്രൈവ് പോവരുത്. എന്നാൽ ഇവിടുന്ന് ഞങ്ങൾ ഒറീസയ്ക്ക് പോകുമ്പോൾ 10,500 കിലോമീറ്റർ ഉണ്ട്. രാജസ്ഥാനിൽ പോകണം, ഗുജറാത്തിൽ പോകണം, ഇവിടെയൊക്കെ ഞാൻ പോകും. പക്ഷെ ഒരു കുഴപ്പമില്ല, ദൈവം എന്നെ ഇന്ന് വരെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അതിനുശേഷം ഒരു ദിവസം എനിക്ക് ഒരു കോള് വന്നു, എയിംസ് ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു. ആ കോള് ഞാനാണ് എടുത്തത്. അപ്പൊ എന്റെ നമ്പർ അവിടെ ഉണ്ടായിരുന്നു. വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ ലിജോ മനോജ് എന്ന് പറഞ്ഞ ഒരാൾക്ക് സർജറി കഴിഞ്ഞായിരുന്നു 2018. അദ്ദേഹം അവരിപ്പോ എന്നൊന്ന് നിർത്തി. അപ്പൊ എനിക്ക് മനസ്സിലായി അവരിപ്പോ ഉണ്ടോ എന്നാണ് അവർ ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ തന്നെയാണ് ആ വ്യക്തി, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു, നിങ്ങളോട് വന്ന് അപ്ഡേറ്റ് ചെയ്യണം, ഇത്രയും വർഷമായില്ലേ എന്ന് വെച്ചു. കാരണം കൊറോണയൊക്കെ വന്നതിന് ശേഷം ഞാൻ പോയിട്ടില്ലായിരുന്നു. അങ്ങനെ അപ്പൊ അതിന് മുമ്പ് MRI ചെയ്തിട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ MRI ചെയ്തു, ഞങ്ങൾ അവിടെ കടന്നുപോയി. അപ്പൊ അവിടെ ചെന്നപ്പോ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു അവിടെ ഇരുന്ന് വെച്ചത്. അദ്ദേഹം എന്റെ റിസൾട്ട് ഒക്കെ നോക്കിയിട്ട് പറഞ്ഞു, അവർക്ക് ഒത്തിരി സന്തോഷം, അവരെന്നെ മറന്നിട്ടില്ല, ഇത്രയും വർഷമായിട്ട് അവരെന്നെ മറന്നിട്ടില്ല. കാരണം ഒരു റെയർ കേസ് ആയതുകൊണ്ട് അവർ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പം അവരിത് നിങ്ങളിപ്പോ ഇത് ഞങ്ങളുടെ ഒരു ക്രെഡിറ്റ് ആണ്, നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ സർജറി ചെയ്ത മെയിൻ ഡോക്ടർ കുറച്ച് കഴിയുമ്പോൾ വരും, അദ്ദേഹത്തെ കാണിച്ചിട്ടേ പോകാവൂ എന്ന് പറഞ്ഞു. അദ്ദേഹം വരുന്നവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അദ്ദേഹം വന്നതിന്റെ റിസൾട്ട് ഉണ്ടായി. അദ്ദേഹത്തിന് സന്തോഷം കണ്ടപ്പോഴാണ് കർത്താവ് ഇത്രയും വലിയ കാര്യമാണല്ലോ എനിക്ക് ചെയ്തത് എന്ന് ഓർത്തു. കാരണം അവർക്ക് പോലും അത്ഭുതമായ രീതിയിൽ 6 വർഷമായിട്ടും 6 മാസത്തിനുള്ളിൽ ട്യൂമർ വരുമെന്ന് പറഞ്ഞ സ്ഥലത്ത് 6 വർഷമായിട്ടും ട്യൂമറും വന്നിട്ടില്ല, ഒരു കുഴപ്പമില്ലാതെ ഞാൻ ആരോഗ്യത്തോടു കൂടി ആയിരിക്കുന്നത് കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ ക്രെഡിറ്റ് ആണെന്നാണ് അവർ പറഞ്ഞത്. കാരണം അവരങ്ങനെയൊക്കെ പറഞ്ഞു, നമുക്കറിയാം നമ്മുടെ ദൈവത്തിന്റെ കരമാണ് എന്നെ വിടുവിച്ചത്. എങ്കിൽ അദ്ദേഹം അവിടെ വെച്ചു, അവിടുന്ന് പിന്നെ അവര് ഫോട്ടോഗ്രാഫറെ വിളിച്ചു വരുത്തി എന്റെ റിപ്പോർട്ട് എല്ലാം സ്കാൻ ചെയ്തെടുത്ത് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റിൽ ചെയ്യാൻ, ഞങ്ങളുടെ ക്രെഡിറ്റ് ആണ് നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും നമുക്കറിയാം എന്റെ കർത്താവ് വലിയവനാണ്. കർത്താവിന് കഴിയാത്ത ഒരു കാര്യമില്ല. നമുക്കറിയാം 2 കൊരിന്ത്യർ ലേഖനം അതിന്റെ
അധികം 4 വാക്യത്തിൽ പ്രകാരമാണ് വായിക്കുന്നത്. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. കഷ്ടം വരുമ്പോൾ ദൈവം നമ്മൾ 2 കാര്യമാണ്. ദൈവം നമ്മളെ ആശ്വസിപ്പിക്കും. ഒരു കഷ്ടം വരുമ്പോൾ കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കും. രണ്ടാമത്, കഷ്ടത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ദൈവം നമ്മളെ ശക്തരാക്കും. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കും. ഇതേ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നവരെ ആശ്വസിപ്പിക്കാൻ തക്കണം ദൈവം നമ്മളെ ശക്തരാക്കും. അത് അനുഭവിച്ചറിയുവാൻ തക്കണം. ഇന്ന് അനേകരോട് ഈ സാക്ഷ്യം അറിയുവാൻ, ഈ ഇതേ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന അനേകരോട് സാക്ഷ്യം അറിയുവാൻ, അവരെ ബലപ്പെടുത്തുവാൻ തക്കണം, അവർ വിശ്വാസം ഉറപ്പിക്കാൻ തക്കണം ദൈവമായ കർത്താവ് സഹായിച്ചു. അത് ഇതുകൊണ്ട് മാത്രമാണ്. എന്തുകൊണ്ട്? ഈ രോഗാവസ്ഥയിൽ ദൈവം ഞാൻ കടന്നു പോകാൻ തയ്യാറായപ്പോൾ, ദൈവം എന്നെ വിടുവിച്ചപ്പോൾ, അതിലൂടെ എന്നെ ആശ്വസിപ്പിക്കുവാൻ ദൈവം എന്നെ ശക്തയാക്കി. റോമർ ലേഖനം 8:28 പ്രകാരമാണ് വായിക്കുന്നത്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഒരു പൗലോസും ശീലാസും സുവിശേഷം അറിയിച്ചത് മുഖാന്തരം അവർ തടവിലാക്കപ്പെട്ടു. പക്ഷെ അപ്പോൾ പറയാണ്, ആ തടവിലാക്കപ്പെട്ട അവസ്ഥ ഒരു കാരാഗ്രഹ പ്രമണിയുടെയും കുടുംബത്തിന്റെയും വിടുതലിന് കാരണമാക്കി കർത്താവ് തീർത്തു എന്ന് പറയുന്നത് പോലെ നമ്മൾ സംഭവിക്കുന്ന പ്രതികൂലങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം നന്മയ്ക്കാക്കി മാറ്റുവാൻ, ചിലരുടെ വിടുതലിന് കാരണമാക്കി മാറ്റുവാൻ കഴിവുള്ള ഒരു കർത്താവിനെയാണ് നാം ആശ്രയിക്കുന്നത്. അതുകൊണ്ട് മത്തായി സുവിശേഷപ്രകാരമാണ്, മത്തായി 7:25 പ്രകാരം വായിക്കുന്നു, വൻമഴ ചുരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. നദികൾ പൊങ്ങട്ടെ, കാറ്റടിക്കട്ടെ, നമ്മുടെ വീടിന്മേൽ അലക്കട്ടെ, പക്ഷെ നാം പാറമേൽ അടിസ്ഥാനമുള്ള കാലത്തോളം നാം വീണു പോകുവാൻ കർത്താവ് ഇടയാക്കില്ല. പ്രിയ ദൈവമക്കളെ, ഇതെന്റെ അനുഭവമാണ്, വെറുതെ പറയുന്നതല്ല. ഇതുവരെ ഞങ്ങൾ നിന്നതല്ല, കർത്താവ് ഞങ്ങളെ നിർത്തിയതാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മൾ ദൈവത്തിനോട് നിൽക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവം നമ്മളെ കൈവിടത്തില്ല കേട്ടോ. പ്രശ്നങ്ങൾ മാറിയിട്ട് അല്ലെങ്കിൽ വഴി കിട്ടിയിട്ട് ഞാൻ ഇറങ്ങി പുറപ്പെടാമെന്ന് പറഞ്ഞ് നമ്മളവിടെ നിൽക്കത്തേ ഉള്ളൂ. എന്നാൽ ദൈവത്തിന് വേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെടാൻ തയ്യാറായപ്പോൾ, ഞാൻ പറഞ്ഞില്ല, ഭാഷ അറിയില്ല, ഞങ്ങൾക്ക് ഒരു കഴിവില്ല, എന്നിട്ടും ഞങ്ങളെ കർത്താവ് ഇത്രത്തോളം ഉപയോഗിച്ചുവെങ്കിൽ നിങ്ങളെയൊക്കെ ദൈവത്തോളം എടുത്ത് ഉപയോഗിക്കും. അതുകൊണ്ട് ഇറങ്ങി പുറപ്പെടാൻ വൈകല്ലേ. നിങ്ങൾ കാലെടുത്ത് വയ്ക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. വെറുതെ അല്ല, കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ, നാം അർഹിക്കുന്നതിനേക്കാൾ അപ്പുറമായി പദവികൾ തന്നെ മാനിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ആശ്രയിക്കുന്നത്. കർത്താവ് നമ്മളെ കൈവിടുകയില്ല. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. അതുപോലെ തന്നെ കഷ്ടത വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ദൈവം നമ്മൾ ശക്തരാക്കുകയാണ്. എന്തിനു വേണ്ടി? ഇതേ കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ തക്കോണം ദൈവം നമ്മളെ ആദ്യം ആശ്വസിപ്പിക്കും, പിന്നെ നമ്മൾ ശക്തരാക്കും. പ്രിയ ദൈവമക്കളെ, അത് മനസ്സിലാക്കിയിട്ട് നാം ക്ഷീണിച്ചു പോകണ്ട, തളർന്നു പോകണ്ട, പിന്മാറിപ്പോകണ്ട. ആ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഞങ്ങളെ ഓർത്ത്, ഞങ്ങൾ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമുക്കറിയാം പ്രശ്നങ്ങൾ കൂടി വരികയാണ്. എങ്കിലും നമുക്കൊന്നറിയാം, പ്രശ്നങ്ങൾ കൂടുന്നുണ്ട്, ദൈവസഭയെ വളർത്തിയിരിക്കും. അല്ലെങ്കിൽ അത് മനസ്സിലാക്കി പിന്നെയും ദൈവത്തോട് പ്രവർത്തിക്കുവാൻ തക്കണം ദൈവമായ കർത്താവ് ഞങ്ങളെ സഹായിക്കുവാൻ, ഞങ്ങളെ പ്രവർത്തികൾ ബലപ്പെടുത്തുവാൻ തക്കണം ദൈവമക്കളെ പ്രാർത്ഥന ചോദിച്ചു കൊള്ളുന്നു. ദൈവമായ കർത്താവ് നിങ്ങളോട് സഹായിക്കുമാറാകട്ടെ. ഇതുവരെ ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ പ്രിയപ്പെട്ട ദേവദാസന് ഞങ്ങൾ സ്നേഹവും നന്ദിയും പ്രാർത്ഥനയും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ആമേൻ, ആമേൻ. സ്തോത്രം. പ്രിയ ലിജോ സിസ്റ്ററിന്റെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ കേൾക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസി അനുഭവിച്ചറിഞ്ഞ സത്യം, കർത്താവിൻ്റെ സ്നേഹം, അതെത്ര വലുതാണ്. അത് ജീവിതത്തിൽ ഒരു കേൾവി മാത്രമായിരുന്നില്ല, അത് ജീവിതത്തിലുടനീളം അലിഞ്ഞു ചേർന്ന അനുഭവങ്ങളായിരുന്നു. ഓരോ അനുഭവങ്ങളിലൂടെയും വെളിപ്പെട്ട് വരുവാൻ ഇടയായി തീർന്നത്. ഇടയ്ക്ക് ഞാനൊന്ന് ഓർത്തുപോയി, മനുഷ്യർക്ക് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത്യാഗ്രഹം എന്ന് പറയുന്ന ഒന്ന് ഉണ്ടാകാറുണ്ട്. പണം സമ്പാദിക്കുവാൻ, വീട് വയ്ക്കുവാൻ, ഭൗമിക നന്മകൾ സമ്പാദിക്കുവാൻ അത്യാഗ്രഹം. പക്ഷേ പ്രിയ ലിജോ സിസ്റ്ററിനും മനോജ് പാസ്റ്റർക്കും അത്യാഗ്രഹമുണ്ട്. പക്ഷേ അത്യാഗ്രഹം എന്ന് പറയുന്നത് ആത്മാക്കളെ നേടുവാനുള്ള അത്യാഗ്രഹം, സുവിശേഷത്തോടുള്ളതായ ആ സ്നേഹം, അത്
നിങ്ങളുടെ വാക്കുകളിലൂടെ വായിച്ചെടുക്കുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അതെ, ആത്മാക്കൾ, എണ്ണമില്ലാത്ത ആത്മാക്കളെ നേടുവാൻ ആ അത്യാഗ്രഹം നമ്മിൽ ഓരോരുത്തരിലും കാണുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നശിച്ചു പോകുന്ന താൽക്കാലികമായ ഭൗമികമായ വസ്തുക്കളുടെ പുറകെ പോയി നമ്മുടെ ഈ ആയുസ്സും ആരോഗ്യവും അവസരങ്ങളും നഷ്ടപ്പെടുത്താതെ എന്നേക്കുമുള്ള നിത്യധനമായ ഒരു മനുഷ്യൻ്റെ ആത്മാവിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത് അത് സർവ്വഭൂമിയേക്കാളും വിലയേറിയത്. അപ്പോൾ ആ വിലയേറിയ ഒരു ആത്മാവിനെ നേടുവാൻ തക്കവണ്ണം ഉള്ളതായ ആ വാഞ്ച, അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാനുള്ള സമർപ്പണം വാത്സല്യ കുടുംബത്തിൽ, പ്രിയപ്പെട്ടവരിൽ, കുഞ്ഞുങ്ങളിൽ കർത്താവ് ഇഞ്ചക്റ്റ് ചെയ്തിരിക്കുന്നു, പകർന്നിരിക്കുന്നു. അത് ആർക്കും മാറ്റാൻ പറ്റുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങൾ, എതിർപ്പുകൾ, കുഞ്ഞുങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കുവാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള എതിർപ്പുകൾ, ചികിത്സകൾ ലഭിക്കാതെ നിഷേധിക്കപ്പെട്ട അനുഭവങ്ങൾ, വേണ്ടതുപോലെ ആഹാരം കഴിക്കുവാൻ, ഭാഷ അറിയാൻ കഴിയാത്ത, യാത്ര ചെയ്യുവാൻ സൗകര്യങ്ങളില്ലാത്ത, താമസ സൗകര്യങ്ങളില്ലാത്ത ഒത്തിരി ബുദ്ധിമുട്ടുകൾ. ഇതിൻ്റെ എല്ലാം നടുവിലും പുതിയ വയല് തേടി, പുതിയ സാഹചര്യം തേടി അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് ഓടിപ്പോവുകയായിരുന്നില്ല. പകരം ദൈവം അയച്ചെടുത്ത് തന്നെ ഉറച്ചു നിന്ന് കർത്താവിന് പ്രവർത്തിക്കുവാനുള്ള ഒരു ഇടം ഒരുക്കി കൊടുക്കുവാൻ കർത്താവിനോട് ചേർന്ന് നിന്നത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതുമാത്രമല്ല, സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി നേരിട്ടതായ അതിസങ്കീർണമായ സാഹചര്യം, ജീവനും മരണത്തിനുമിടയിൽ കടന്നുപോയ രോഗം, ബ്രെയിൻ ട്യൂമർ, ഡോക്ടർമാർ വിധി എഴുതി, വൈദ്യശാസ്ത്രം വിധി എഴുതി, ഇനി സർജറി ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ അങ്ങ് പോകട്ടെ, ജീവിക്കുന്നിടത്തോളം ജീവിക്കട്ടെ, സർജറി ചെയ്താൽ എഴുന്നേറ്റ് നടക്കത്തില്ല, ജീവിച്ചു വരുമോ എന്ന് പറയാൻ പറ്റില്ല. അതെ, വൈദ്യശാസ്ത്രത്തെയും മരുന്നിനെയും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ ഇന്നും വിജയശ്രീലാളിതയായി അവരുടെ കണ്ണിന് മുൻപിൽ, വൈദ്യശാസ്ത്രത്തിൻ്റെ മുൻപിൽ ഒരു അത്ഭുത വിഷയമായിട്ട്, അവരുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി തന്നെ ഒരു അത്ഭുതകരമായ വിഷയമെന്ന നിലയിൽ കർത്താവ് ഇന്ന് നിർത്തിയിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പല സന്ദർഭങ്ങളായി കർത്താവിൻ്റെ ദാസി ഈ വാക്യം ഉരുവിട്ടു: അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. കർത്താവിനെ വിടുവിക്കട്ടെ, ഞാൻ കർത്താവിനോട് പറ്റിയിരിക്കാമെന്നുള്ളത് പലരുടെയും താല്പര്യമാണ്. പക്ഷെ വചനം പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. പ്രിയ കർത്താവിൻ്റെ ദാസിയുടെ ജീവിതത്തിൻ്റെ ഏടുകളിലൂടെ പരിശോധിച്ച് നോക്കുമ്പോൾ നിങ്ങളെ ദൈവം എത്ര ശ്രേഷ്ഠകരമായി ആ ദേശത്ത് നിർത്തിയിരിക്കുന്നു, അതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ മനോജ് പാസ്റ്റർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, അത്ഭുതകരമായ സാക്ഷ്യം നമ്മുടെ ചാനലിൽ പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. അത് അനേക പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. നിശ്ചയമായിട്ടും നിങ്ങളെ കുടുംബമായി എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. 3 കുഞ്ഞുങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസിനെയും ദാസിയെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമം നിങ്ങളിലൂടെ വർദ്ധിച്ചു വരട്ടെ. അനേകരെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ഈ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നിങ്ങൾക്കൊരനുഗ്രഹവും പ്രചോദനവുമായി തീർന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകളെ തുറക്കുന്ന, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരുത്തുന്ന, കർത്താവിനോട് അടുത്ത് വരുവാൻ മുഖാന്തരമായി തീരുന്ന അനുഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ആയത് ദൈവസന്നിധിയിൽ കർത്താവെ എന്നെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്നു എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെങ്കിൽ രോഗം, സാമ്പത്തിക കടബാധ്യതകൾ, ബുദ്ധിമുട്ടുകൾ, കുടുംബ പ്രശ്നങ്ങൾ, മറ്റു തര വിഷയങ്ങളുടെ നടുവിൽ
സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ, മദ്യം, മയക്കുമരുന്ന്, ലഹരി വസ്തുക്കളുടെ അടിമയായി ജീവിതത്തിൽ എല്ലാം അവസാനിപ്പിച്ചു, ഇനി മരിച്ചാൽ മതി എന്ന് വിചാരിച്ച് ജീവിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് ഒരാശയ്ക്ക് വഴിയുണ്ട്, നിങ്ങൾക്കൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. സ്തോത്രം. എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നിടത്ത് ആണ് ദൈവം തൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നത്. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ വേണ്ടി നമുക്ക് നിന്നു കൊടുക്കാം, കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. ആയിരിക്കുന്നിടത്ത് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു 34 സങ്കീർത്തനത്തിൽ, ആമേൻ, അതുപോലെ 121 സങ്കീർത്തനത്തിൽ പല ഭാഗങ്ങളിൽ നമുക്ക് ആമേൻ, ദൈവ മുഖത്തേക്ക് ആര് നോക്കിയോ ആമേൻ അവരെ ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. സ്തോത്രം. കർത്താവ് നിങ്ങളുടെ മുഖത്തെ പ്രകാശമാനമാക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനായ ദൈവമാണ്. ആമേൻ. ആകയാൽ കർത്താവെ, ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് നാം ഒരുപരപ്പെട്ട ആഗ്രഹൃദയത്തോടെ, ഭയത്തോടെ, ഭക്തിയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അരോമാ ടിവിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ലിജോ സിസ്റ്റർ ഒരു നിമിഷം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ സമയത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവ് ഇത്രയും സമയം അങ്ങനെ സാക്ഷ്യമായി നിൽക്കുവാൻ തക്കവണ്ണം അതിനെ ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളോടൊപ്പം അങ്ങയുടെ വചനം കേട്ട, അങ്ങയുടെ പ്രവൃത്തികൾ കേട്ട ഓരോ വ്യക്തികളെയും, ഓരോ സഹോദരിമാരെയാണ് കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കർത്താവേ. കേട്ട വചനം അവൻ ജീവനായി പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നത് കർത്താവേ. രോഗാവസ്ഥയിലായിരിക്കുന്ന ആരെങ്കിലും, കടഭാരത്തിലായിരിക്കുന്ന ആരെങ്കിലും, മുന്നിലൊരു വഴിയില്ലാതെ എന്ത് ചെയ്യണമെന്ന് ഭാരപ്പെട്ട് ഞങ്ങൾ കേട്ടിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും കർത്താവേ ഉണ്ടെങ്കിൽ അവരങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കർത്താവേ. അതേ, ഞങ്ങളുടെ ശക്തി കുറഞ്ഞു പോയിട്ടില്ലല്ലോ അപ്പാ, അങ്ങയുടെ കരം ഇന്നും കുറുതായി പോയിട്ടില്ലല്ലോ കർത്താവേ. സൗഖ്യമാക്കുന്ന, വിടുവിക്കുന്ന, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവിന്റെ കരം അവർക്ക് വേണ്ടി നീട്ടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവം എനിക്ക് വേണ്ടി വലിയ ചെയ്തുവെന്ന് സാക്ഷ്യം പറയത്തക്കവണ്ണം അവരുടെ ജീവിതം അത്ഭുതമാക്കി മാറ്റുമാറാകണമേ. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവന്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും കർത്താവേ. വാക്കുവചനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, അങ്ങോട്ട് പറ്റിച്ചേർന്ന് ജീവിക്കുവാൻ, അങ്ങയുടെ നാമത്തെ അറിയുവാൻ തക്കവണ്ണം ഓരോ ദൈവമക്കളെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. അതേ കർത്താവ്, അവസാനത്തോളം ഞങ്ങളോട് കൂടി ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവേ, അങ്ങയുടെ കരം കൂടെ ഇരുന്ന് ഓരോ മക്കളെയും സഹായിക്കുമാറാകണമേ. അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് നദികളിൽ കൂടി കടക്കുമ്പോൾ അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം കർത്താവ് വെളിപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോരുത്തർ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായ സ്തോത്രം, വിടുവിക്കുന്നതിനായ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദേവദാസനെയും കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനിയും അനേകർക്ക് വിട്ടുതലായി തീരുവാൻ തക്കോണം ദാസനെയും കുടുംബത്തെ ഇനിയും ശക്തമായി എടുത്തുപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പുതുവഴികൾ തുറന്നു കൊടുക്കുമാറാകണമേ, മാനിക്കണമേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന്റെ എല്ലാ വിഷയങ്ങളും താഴ്ത്തി ഏൽപ്പിക്കുന്നു. പിന്നെ കൃപയിലായിരിക്കും സഹായിക്കണമേ. സകല മഹത്വം അങ്ങേക്ക് തരുന്നു. നാമത്തിൽ അപേക്ഷിക്കുന്നു ക്രമതന്തികൾക്ക് സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, 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 ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസി പ്രിയ ലിജോ മനോജ് സിസ്റ്റർ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവ സാക്ഷ്യവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസോടും കുടുംബത്തോടുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു രണ്ട് ഉപയോഗിക്കട്ടെ. സൗഖ്യം, ആരോഗ്യം, ദീർഘായുസ്സും ദൈവം തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുടേതായ നന്ദി സ്നേഹത്തിൽ അറിയിക്കുന്നു. നിങ്ങൾക്കും ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കുക മാത്രമല്ല, നിങ്ങൾക്കുള്ളതായ ഒരു പ്രാർത്ഥന വിഷയമുണ്ട്, അതെല്ലാം ഞങ്ങളുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്.
ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com